മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യബോധം, വിചാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത്. കൊല്ലുക എന്നൊക്കെ പറയുന്നത് പച്ചക്കറി വെട്ടുന്ന ലാഘവത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കഴുത്ത് വെട്ടുക എന്ന് പറയുന്ന പരിപാടി പച്ചക്കറി മുറിക്കുന്ന ലാഘവത്തോടെ വളരെ ഗുരുതരമായ, ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്താവതാരകന്മാര് പറയുന്നൊരു വിഡ്ഢിത്തമുണ്ട്. മൃഗീയമായ കൊലപാതകം. മന്ത്രിമാര് വരെ, രാഷ്ട്രീയ നേതാക്കളടക്കം, പൊതുസമൂഹത്തിന്റെ പൊതുജന പ്രതിനിധികളടക്കം, മീഡിയയിൽ വാർത്ത വായിക്കുന്ന അവതാരകന്മാരടക്കം സകലരും പറയുന്ന മഹാക്രൂരമായ വിഡ്ഢിത്തമാണ് മൃഗീയമായ കൊലപാതകം. എന്തറിഞ്ഞിട്ടാണ് ആ പറയുന്നത്? ഏത് മൃഗങ്ങളാണ് അങ്ങനെ ചെയ്യാറുള്ളത്? ഒരു സിംഹത്തിനും ഒരു കടുവക്കും ഒരു പുലിക്കും വേണമെങ്കിൽ ഏത് ആടിനെയും ഏത് മാനിനെയും ഏത് മുയലിനെയും എപ്പോഴും കടിച്ചു പിടിച്ച് തിന്നാം, മാന്താം, ചൊറിയാം, നോവിക്കാം, ഉപദ്രവിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു കാട്ടിൽ ഈ പറയുന്ന ക്രൂരജീവികൾ എന്ന് നമ്മൾ പറയുന്ന ആ ഹിംസ്ര ജീവികൾ ഏതെങ്കിലും ആടിനെയോ മാനിനെയോ മുയലിനെയോ ലോലമൃഗങ്ങളെ ഈ പറയുന്ന പോലെ മാന്തലുണ്ടോ, തോണ്ടലുണ്ടോ, പിച്ചലുണ്ടോ, വേദനിപ്പിക്കലുണ്ടോ? അതിന് വിശക്കുമ്പോ വിശപ്പ് മാറാൻ ആവശ്യമായ ഭാഗം മാത്രം കടിച്ചു മുറിച്ചു പോവും. എത്ര മാന്യമാണ്! ഒരു സിംഹത്തിന് വിശന്നാൽ 100 മാനിനെ സിംഹം കണ്ടുവന്നിരിക്കട്ടെ, 100ന്റെ പിന്നാലെയും സിംഹം ഓടില്ല. സിംഹത്തിന് ആവശ്യം വിശപ്പ് മാറലാണ്. കൂട്ടത്തിൽ ഒരു മാനിനെ പിടിച്ചിട്ട് അതിന്റെ വിശപ്പ് മാറാൻ എത്ര ഇറച്ചിയാണോ ആവശ്യം അത്രമാത്രം തിന്നും, ബാക്കി ഒന്നും ചെയ്യില്ല. എന്നിട്ട് സിംഹം പോകും. വിശപ്പ് മാറിയാൽ സിംഹത്തിന്റെ മുന്നിലൂടെ വീണ്ടും 100 കണക്കിന് ആടുകളും മുയലുകളും സഞ്ചരിച്ചാലും സിംഹം ഒരു നഖം കൊണ്ടുപോലും മാന്തില്ല. കാരണം സിംഹത്തിന് ഉപദ്രവിക്കുക എന്ന ഉദ്ദേശ്യമില്ല, വിശപ്പ് മാറ്റുക എന്നതാണ് ഉദ്ദേശം. ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ നോവിക്കണം എന്ന് കരുതി പ്രതികാരദാഹത്തോടെ ആസ്വദിക്കാൻ കൊല്ലലില്ല എന്ന് പോയിട്ട് ഒന്ന് മാന്തല് പോലുമില്ല. എന്നിട്ടാണ് ഈ കൊലകളെ സംബന്ധിച്ച് നമ്മൾ വിവരമുണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും പറയുന്നത് മൃഗീയമായ കൊലപാതകം. മൃഗങ്ങളോട് മാപ്പ് പറയണം. ലോകത്തൊരു മൃഗവും അങ്ങനെ ചെയ്യാറില്ല. മനുഷ്യരെക്കാൾ നല്ലവരാണ് മൃഗങ്ങൾ. മൃഗങ്ങളുടെ മേക്കിട്ട് നമ്മൾ കയറണ്ട, അതൊക്കെ മാന്യന്മാരാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏത് ഹിംസ്ര ജീവിയാണ് കീഴിലുള്ള ജീവികളെ ഉപദ്രവിക്കാറുള്ളത്? ഇല്ല, ഒരു ജീവിയും ഉപദ്രവിക്കാറില്ല. അതൊക്കെ അള്ളാഹുവിന്റെ സിസ്റ്റങ്ങളാണ്. പക്ഷേ ഇവിടെ മനുഷ്യന്റെ മനസ്സുകൾക്കാണ് ഇവിടെ താളം തെറ്റിപ്പോയത്. ഇതിന്റെ പരിഹാരം എന്ത്? കുറെ ആളുകൾ പറയുന്ന പരിഹാരം നിയമം കടുപ്പിച്ചാൽ മതി. നിയമം കടുപ്പിച്ചിട്ട് എന്ത് കാര്യ? ഇപ്പൊ 5 പേരെ കൊന്നുമല്ലേ, 6 പേരെ കൊന്നു. ഒരു മാസം മുമ്പ് നമ്മുടെ ഇതേ ജില്ലയിൽ ഒരു യതീമായി വളർത്തപ്പെട്ട ഒരു കുട്ടി സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊന്നു. ഒരു മാസം മുമ്പ് അല്ല, ഒരാഴ്ച മുമ്പ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ്. കാലടി മുതൽ തലമുടി വരെ കോമ്പസ് കൊണ്ട് ഇഞ്ചിഞ്ചായി കുത്തി രക്തം പൊടിയുമ്പോ കൈ വിരലുകൾ കൊണ്ട് ആ ഭാഗം അമർത്തി ചോര ചീറ്റി ആസ്വദിച്ചു വീഡിയോ നിർമ്മിച്ചു. അതിന്റെ ഒരു മാസം മുമ്പ് ആത്മഹത്യ. എന്താ പരിഹാരം?
പരിഹാരം നമ്മൾ ധാർമ്മികമായി ആത്മീകമായി ചിന്തിക്കുന്നവരാണ്. നിയമം ഘടിപ്പിച്ചത് കൊണ്ട് മാറുമോ? നമ്മളിപ്പോ പറയുന്ന പോലീസ് മര്യാദക്ക് അന്വേഷിക്കുന്നില്ല, രാഷ്ട്രീയക്കാർ ഇടപെടുന്നു. ഇനി പോലീസ് മര്യാദക്ക് അന്വേഷിച്ചു എന്ന് കൂട്ടിക്കോ, നിയമം നിയമമായി നടപ്പിൽ വരുത്തിയെന്ന് കൂട്ടിക്കോ, എന്നാ കുറയോ? എന്നാ കുറയെന്ന് പറയുന്നയാൾക്കും ലോകപരിചയമില്ല. ലോകത്തേറ്റവും മാരകമായ ഇരുമ്പലക്ക പോലെയുള്ള നിയമമുള്ള രാജ്യമാണ് ചൈനയും ഉത്തര കൊറിയയും ഒക്കെ. ലോകത്തേറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം ചൈനയാണ്. തൂക്കിക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും അതികഠിനമായ വിഷം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലലും ഒക്കെ ചൈനയിൽ ഡെയിലി നടക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് നിയമം, ഏറ്റവും കൂടുതൽ കഠിനമായ ശിക്ഷകൾ നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ക്രൈമുകൾ ഉള്ളതും അതേ ചൈനയിൽ. നിയമത്തിന്റെ കുറവൊന്നുമല്ല. ഉത്തര കൊറിയയിലെ നിയമമൊക്കെ ചിലപ്പോ നമ്മൾ കേൾക്കുമ്പോൾ ചിരി വരും. ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് ഇനിയാരും കരയരുത്. ചിലപ്പോത്തെ നിയമം രണ്ടാഴ്ചത്തേക്ക് ഇനിയാരും ചിരിക്കരുത്. എന്താ? അവിടുത്തെ ഏകാധിപതിയുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇനി രണ്ടാഴ്ചക്ക് രാജ്യത്ത് ഒരാളും ചിരിക്കാൻ പാടില്ല. കാരണം കൊട്ടാരത്തിലെ ചക്രവർത്തിയുടെ ഫാമിലിയിൽ ഒരു മരണം സംഭവിച്ചു. ഇനി രണ്ടാഴ്ചത്തേക്ക് ആരും കരയാൻ പാടില്ല. കാരണം കൊട്ടാരത്തിലെ ഏകാധിപതിയുടെ കുടുംബത്തിൽ ഒരു പുതിയ കുട്ടി ജനിച്ചു. ഇതൊക്കെയാണ് ഉത്തര കൊറിയയിലെ നിയമം. അവിടെ ക്രൈമുകൾ കുറയുന്നുണ്ടോ? അന്നന്ന് കൂടുന്നു. കുറ്റകൃത്യങ്ങൾ കുറയാനും ക്രൈമുകൾ കുറയാനുമുള്ള മാനദണ്ഡം നിയമം ഇരുമ്പലൊക്കെയാവുക എന്നുള്ളതല്ല, മനുഷ്യന്റെ മനസ്സുകൾ നന്നാവുക എന്നുള്ളതാണ്. ആത്മസംസ്കരണം സാധ്യമാവുക എന്നുള്ളതാണ്. അറിയണം, ലോകത്ത് പോലീസോ പട്ടാളമോ സൈന്യങ്ങളോ ഇല്ലാതിരുന്ന കുറെ നഗരങ്ങളും കുറെ സമൂഹങ്ങളും ഉണ്ടായിരുന്നു. പോലീസില്ല, പട്ടാളമില്ല, സൈന്യമില്ല, ക്രമസമാധാന പാലനത്തിന്റെ പ്രശ്നവുമില്ല. ഏതാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കായൽ പട്ടണം, യമനിലെ സന്ന, യമനിലെ തെരീം, എന്തിനേറെ ഹിജാസിലെ അൽ മദീനത്തുൽ മുനവ്വറ പോലും അതിലുണ്ട്. പോലീസില്ല, പട്ടാളമില്ല, സൈന്യമില്ല. കാരണം എന്താണ്? കായൽപട്ടണം സൂഫികളുടെ നഗരമായിരുന്നു. തെരീമും സന്നാവും സൂഫികളുടെ നഗരമായിരുന്നു. മദീന പ്രവാചകന്റെ നഗരമായിരുന്നു. പോലീസിംഗ് ഇല്ല, പട്ടാളമില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന നഗരങ്ങളാണെങ്കിലും ക്രമസമാധാന പാലനത്തിന്റെ പ്രശ്നവുമില്ല. കാരണം മനസ്സുകൾ സംസ്കൃതമായിരുന്നു, മനസ്സുകളിൽ ധർമ്മബോധമുണ്ടായിരുന്നു. അതുണ്ടാക്കാതെ നിയമം മാറ്റിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എവിടെ വെച്ചാണ് ഈ മനസ്സ് മാറിയത്? എന്തോ ചെറിയൊരു പ്രശ്നം ഈ സൗണ്ടിനുള്ളത് പോലെ. എന്റെ തൊള്ളയിലെ വെള്ളം നല്ലോണം പോകുന്നുണ്ട്. അദ്ദേഹം പോയോ? എവിടെയാ പ്രശ്നം എന്നറിയോ? പുതിയ തലമുറയുടെ ലൈഫ് എന്താവണമെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അവിടെയാണ് പ്രശ്നം. കുറെ സങ്കല്പങ്ങൾ, കുറെ ജീവിത വീക്ഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. എപ്പോഴും മനുഷ്യൻ സന്തോഷിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് പുതിയ ലോകത്തിന്റെ ഒരു സ്വഭാവം, ഒരു വിശ്വാസം. മനുഷ്യന്മാർക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല, സങ്കടം ഉണ്ടാവാൻ പാടില്ല, കരയാൻ പാടില്ല. എപ്പോഴും സന്തോഷിക്കണം. നല്ല, പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചിൽ വൈബായിരിക്കണം, നല്ല കളർഫുൾ ആയിരിക്കണം. എപ്പോഴും രസം കിട്ടണം, സുഖം കിട്ടണം, ആനന്ദം കിട്ടണം, വെളിച്ചം ഉണ്ടാകണം, ഇരുട്ടുണ്ടാവരുത്. ഇങ്ങനെ കുറെ സിദ്ധാന്തങ്ങളാണ് ലോകത്തുള്ളത്. ഇതിനെയൊക്കെ ഇസ്ലാം എതിർക്കുന്നു. ഇസ്ലാം ദുഃഖിക്കണം എന്ന് പറയുന്നൊരു മതമാണ്, സങ്കടപ്പെടണം എന്ന് പറയുന്നൊരു മതമാണ്, ചിരിക്കുന്നതിനേക്കാൾ ഏറെ കരയണം എന്ന് പറയുന്നൊരു മതമാണ്. കൃത്രിമമായ വെളിച്ചത്തേക്കാൾ, ഈ കാണുന്ന ഈ കത്തുന്ന ബൾബുകളേക്കാൾ നല്ലത് ഇരുട്ടാണ് എന്ന് പറയുന്നൊരു മതമാണ്.
എവിടെയാണ് ഈ തിരുത്തൽ വരേണ്ടത് എന്ന് ചോദിച്ചാൽ നിയമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളിലോ ലോക്സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളിലോ പോലീസ് അന്വേഷണത്തിൽ നടത്തുന്ന നീതിയിലോ ഒന്നുമല്ല. അതൊക്കെ ഒരു വെറും വർത്താനമാണ്. ഇവിടെയാണ് മനസ്സിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അതാരാണ് ഈ പുതിയ കുട്ടികളെ പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? വ്യക്തി സ്വാതന്ത്ര്യവാദം, ആസ്വാദനവാദം. അത് രണ്ടും ജീവകാരുണ്യ ബോധത്തിനെതിരാണ്. അതല്ലേ ഈ പറയുന്നത്, ലോ അലിംതും അലിംതു ലോ അലിംതും അലിംതു ലബഖൈതും കസീറാ വലദഹഖതും ഖലീലാ. ഞാൻ അറിഞ്ഞിരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ പൊരുളുകളെ കുറിച്ച്, അർത്ഥങ്ങളെ കുറിച്ച്, പരലോകത്തെ സംബന്ധിച്ച്, അള്ളാഹിനെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെങ്കിൽ, നിങ്ങൾ ഈ എക്കോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ട. സംതിങ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ലദഹഖതും ഖലീലാ വലബഖൈതും കസീറാ. ഇങ്ങനെ കേട്ടേക്കാം. ലദഹഖതും ഖലീലാ, നിങ്ങൾ ലദഹഖതും കസീറാ. എന്താണ് പറഞ്ഞത്? ലോ അലിംതും അലിംതു, ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലദഹഖതും, നിങ്ങൾ ചിരിക്കുമായിരുന്നു, ഖലീലൻ, അല്പം മാത്രം. എന്നിട്ടോ വലബഖൈതും, നിങ്ങൾ കരയുമായിരുന്നു, കസീറാ, അധിക നേരവും നിങ്ങൾ കരയുമായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം പറഞ്ഞു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി എങ്ങനെയായിരുന്നുവെന്ന് ചോദിച്ചാൽ, കസീറൽ അഹ്സാനി ദായിമൽ ഫിക്ർ, കാണുമ്പോഴെല്ലാം എന്തോ വിഷമം സഹിക്കുന്ന പോലെയായിരുന്നു, ടെൻഷൻ അടിക്കുന്ന പോലെയായിരുന്നു, എപ്പോഴും സങ്കടമായിരുന്നു. എന്റെ കൂട്ടുകാരൻ ദുഃഖമാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് നമ്മുടെ പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, പ്രയാസങ്ങളിലും എടങ്ങാറുകളിലും ദുഃഖങ്ങളിലുമാണ് മനുഷ്യരെ നിങ്ങളുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കിയത്. ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്. ദുഃഖമാണ് എന്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹിന്റെ ഹബീബ്. നിങ്ങൾ കുറച്ചേ ചിരിക്കാവൂ, അധികം കരയണമെന്നും അള്ളാഹിന്റെ ഹബീബ്. അറിയണം, ആധുനികത പഠിപ്പിക്കുന്ന തെറ്റിദ്ധാരണയാണ്. കരയാൻ പാടില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കണം. ദുഃഖിക്കാൻ പാടില്ല, സന്തോഷിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും നേടിക്കൊണ്ടേയിരിക്കണം. ഇസ്ലാം പറയുന്നു അതല്ല, കരയണം കൂടുതൽ. നിങ്ങൾ ദുഃഖിക്കണം, സങ്കടപ്പെടണം, ഇരുട്ടത്തിരിക്കണം. ഇതൊന്നും എന്റെ വകയല്ല. എന്താണ് ഈ മാറ്റം? അതാണ് വിഷയം. നമ്മൾ തിരിച്ചറിയൽ രേഖ പറയല്ലോ, തിരിച്ചറിയൽ രേഖ. ഇപ്പൊ ഒരു കാക്കാപ്പുള്ളി അല്ലെ, ഐഡന്റിറ്റി മാർക്ക്, ബ്ലാക്ക് മെയിൽ അണ്ടർ ലിപ്, ചുണ്ടിന്റെ ചോട്ടിൽ ഒരു കറുത്ത കുത്ത്. എന്താണ് അള്ളാഹിന്റെ ഹബീബിന്റെ മാർക്ക്? എന്താണ്? പുണ്യ പ്രവാചകന്റെ വലതുകൈയായ, പരലോകത്തെ സ്വർഗത്തിലെ പ്രവാചകന്റെ പ്രധാനമന്ത്രിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഐഡന്റിറ്റി മാർക്ക് എന്താണ്? ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ, അള്ളാഹിന്റെ പ്രവാചകന്റെ സ്വർഗത്തിലെ മന്ത്രിയാണ് ഈ പറയുന്ന അബൂബക്കർ ബിൻ അബീ ഖുഹാഫത്തു സിദ്ദീഖ്, നമ്മുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖ എന്താണ്? ചുണ്ടിന്റെ കുണ്ടിൽ കറുത്ത കുത്തല്ല, മറുകല്ല, കാക്കാപ്പുള്ളിയല്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തെ തിരിച്ചറിയാൻ എന്താണ് അദ്ദേഹത്തിന്റെ രേഖ എന്ന് ചോദിച്ചാൽ, ഫീ ഹദ്ദി സിദ്ദീഖിൻ, സിദ്ദീഖിന്റെ വലത് കവളിലുമുണ്ട്, സിദ്ദീഖിന്റെ ഇടത് കവളിലുമുണ്ട്, ഖത്താനി അസ്വദാനി, രണ്ട് കറുത്ത വരകൾ, രണ്ട് കറുത്ത ചാലിട്ട് പോയ തഴമ്പിച്ച വരകൾ. എങ്ങനെയാണ് ആ കറുത്ത വരകൾ ഉണ്ടായത്? മിൻ ബുഖായിൻ, കരഞ്ഞ് കരഞ്ഞ് തഴമ്പേറ്റുകൊണ്ടാണ് രണ്ട് വരകൾ ഉണ്ടായത്. അറിയണം, ആലോചിക്കണം. അള്ളാന്റെ ഹബീബിന്റെ പ്രധാനമന്ത്രി, ഇന്നമാ വസീറായ മിൻ അഹ്ലിസ് സമാഇ ജിബ്രീൽ വ മീകായിൽ, ആകാശ ലോകത്ത് എനിക്ക് രണ്ട് മന്ത്രിമാരുണ്ട്, ജിബ്രീലും മീകായിലും. വമിൻ അഹ്ലിൽ അർളി അബൂബക്കറിൻ വ ഉമർ, ഭൂമിയിൽ എനിക്ക് രണ്ട് മന്ത്രിമാരുണ്ട്, സ്വർഗത്തിൽ രണ്ട് മന്ത്രിമാരുണ്ട്. അത് അബൂബക്കറും ഉമർ.
ആ അബൂബക്കറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ അബൂബക്കറിന്റെ തിരിച്ചറിയൽ രേഖ ദൂരെ നിന്ന് ഈ കാണുന്നത് അബൂബക്കറാണോ, ഉമറാണോ, ഉസ്മാനാണോ, വേറെ ആരെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഫീ ഹദ്ദി സിദ്ദീഖിൻ, സിദ്ദീഖിന്റെ മുഖത്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ഖത്താനി അസ്വദാനി, രണ്ട് കറുത്ത വരകൾ കാണാൻ കഴിയും. കണ്ണീര് ചാലിട്ട് ചാലിട്ട് മുഖം കറുത്തു പോയത് കാണാൻ കഴിയും. പുതിയ കുട്ടികൾക്ക് കരച്ചിൽ സഹിക്കാൻ കഴിയില്ല. ഈ പറയുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ലോകവീക്ഷണം, നമ്മുടെ ജീവിത വീക്ഷണം ഏകദേശം 99 ഡിഗ്രിയും തെറ്റിപ്പോയിരിക്കുന്നു. ഇത് ആധുനികത പഠിപ്പിച്ചതാണ്. എപ്പോഴും ചിൽ വൈബിലായിരിക്കണം, ചിരിക്കണം. ഒരാൾ എത്രത്തോളം ചിരിക്കുന്നോ അത്രത്തോളം ബുദ്ധി പോകും. പുഞ്ചിരിയല്ല ഈ പറയുന്നത്. ഈ ആഹ്ലാദ തിമിർപ്പുണ്ടല്ലോ, മിണ്ടാതിരിക്കണം, മൗനം പാലിക്കണം, കരയണം, സങ്കടപ്പെടണം. കാരണം മിണ്ടാതിരിക്കാൻ കൂടിയുള്ള അവയവമാണ് നാവ്. മിണ്ടേണ്ട, സംസാരിക്കാനുള്ള അവയവമേതാ? നാവ്. ഒരു ചോദ്യം, സംസാരിക്കാതിരിക്കാനുള്ള അവയവമേതാ? നാവാണ്. നാവിന് രണ്ടും കടമുണ്ട്. കാണാനുള്ള അവയവം കണ്ണാണ്, എങ്കിൽ കാണാതിരിക്കാനുള്ള അവയവമോ? കണ്ണാണ്. കണ്ണിന് കാണുക എന്നുള്ളതല്ല ചുമതല, അത് 50. മറ്റൊരു 50 എന്താണ്? കാണാതിരിക്കുക, നോക്കാതിരിക്കുക. കേൾക്കേണ്ട കടമ കാതിനുണ്ട്, മറ്റൊരു കടമ കൂടി കാതിനുണ്ട്, കേൾക്കാതിരിക്കുക. UNO ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അറിയോ? ലൈറ്റ് പൊല്യൂഷൻ. അതെവിടെ നിന്നുണ്ടായതാ? ഒരു DJ പാർട്ടി. എത്ര ലൈറ്റുകളാ? കല്യാണങ്ങളിൽ, ആഘോഷങ്ങളിൽ, വാർഷിക പരിപാടികളിൽ, സംഗമങ്ങളിൽ, നാടകത്തിൽ, സിനിമയിൽ, ഗാനമേളയിൽ, മൈലാഞ്ചി കല്യാണങ്ങളിൽ. ഒരു നിറമല്ല, 2 നിറമല്ല, 3 നിറമല്ല, 10 നിറമല്ല, നിറം കുറഞ്ഞ പരാതി. പക്ഷേ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്, അടുത്ത ദശകത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ബ്രെയിൻ കപ്പാസിറ്റി നശിപ്പിക്കുന്ന സാധനം വായു മലിനീകരണമല്ല, ജലമലിനീകരണമല്ല, മണ്ണ് മലിനീകരണമല്ല, പ്രകാശ മലിനീകരണമാണ്. ലൈറ്റ് പൊല്യൂഷൻ. എന്താ പറഞ്ഞ സാധനം? ആളുകളെ തലയിലേക്കും കണ്ണിലേക്കും ആധുനികതയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആലോചിക്കണം. ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. മഹാനായ ഇമാമുന ഷാഫി ഒരു വീട്ടിൽ അതിഥിയായി പോയി. രാത്രിയായപ്പോ വലിയ പണ്ഡിതനല്ലേ ആ ആതിഥേയൻ, വീട്ടുകാരൻ ഒരു റാന്തല് കത്തിച്ചു കൊടുത്തു, ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. കുറെ നേരം കഴിയുമ്പോ ആ വിളക്ക് കെട്ടിട്ടുണ്ടാകും. വീണ്ടും കത്തിക്കുന്നു, വീണ്ടും കെടുന്നു, വീണ്ടും കത്തിക്കുന്നു, വീണ്ടും കെടുന്നു. വീട്ടുകാരന് കൗതുകമായി, കാറ്റടിക്കുന്നില്ലല്ലോ, ആരാണ് ഈ കെടുത്തിക്കളയുന്നത്? പാത്തും പതുങ്ങിയും ചെന്ന് നോക്കുമ്പോഴുണ്ട് ഈ സയ്യിദുന ഇമാമുന ഷാഫി തങ്ങൾ തന്നെയാണ് പോയിട്ട് ഈ വിളക്ക് കെടുത്തിക്കളയുന്നത്. പിറ്റേന്ന് രാവിലെയായി. വീട്ടുകാരൻ ഷാഫി ഇമാമിനോട് പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ വലിയ പണ്ഡിതനാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ റാന്തല് കത്തിച്ചു തരുന്നത്, ഈ വിളക്ക് കത്തിച്ചു തരുന്നത്. നിങ്ങൾ തന്നെയാണല്ലോ അത് കെടുത്തിക്കളയുന്നത്. ഇരുട്ടാണോ നല്ലത്? നിങ്ങൾ എന്തേ ഈ ചെയ്യുന്നത്? ഷാഫി ഇമാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇരുട്ടാണ് മോനെ ബുദ്ധി കൂടാൻ നല്ലത്, ഇരുട്ടത്തിരിക്കലാണ് മോനെ ടെൻഷൻ മാറാനും നല്ലത് എന്ന് സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യുമ്പം പോലും അല്ലേ, എല്ലാ സോക്കറ്റിലും ലൈറ്റുകൾ. നിങ്ങൾക്ക് സംശയം ഉണ്ടോ ചോദിക്കട്ടോ? ഞാൻ സാധാരണ ഇങ്ങനെ ഏകപക്ഷീയമായി പറയലേ ഇല്ല. എനിക്ക് ഇവിടുത്തെ ഒരു ഘടന അങ്ങോട്ട് പിടിക്കുന്നുമില്ല, മനസ്സിലാവുന്നുമില്ല. ഞാനൊരു അരമണിക്കൂർ പറയുക, പിന്നെ ആൾക്കാർ സംശയമുള്ള ഒരു സ്ലിപ്പ് എഴുതി തരുക, അതറിയുന്നത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത് നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോകും. ഇയാൾ എന്തോ പറയുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതാൻ പാടില്ല. ഞാൻ ഖൈർ കരുതി മാത്രമാണ് ഒരു നല്ല സംഗതി പറയുകയാണ്. നമ്മുടെ വിഷയം എന്താ വെച്ചാൽ, എന്താണ് നമ്മുടെ പുതിയ കുട്ടികളുടെ ബ്രെയിൻ നശിപ്പിച്ചത് എന്നുള്ളതാണ്.
അതിന്റെ ഒരു കാര്യം പറഞ്ഞതാണ്, ലൈറ്റിൽ അവരെ കുളിപ്പിച്ചു എന്നുള്ളത്. ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യുമ്പോൾ പോലും അവിടെ പോലും ഇസ്ലാമിനൊരു മാർഗനിർദ്ദേശമുണ്ട്. അവിടെ പോലും വായിക്കുന്ന പുസ്തകത്തിൽ മാത്രമേ ലൈറ്റ് ഉണ്ടാകാവൂ എന്ന്. അതുപോലും ഇസ്ലാമിന്റെ ഒരു തിയറിയാണ്. കുട്ടികൾക്ക് സ്റ്റഡി റൂം സെറ്റ് ചെയ്യുമ്പോൾ പോലും 4 ഭാഗത്തും ലൈറ്റ് ഉണ്ടാവരുത്. ഈ സോക്കറ്റ് എന്ന ലൈറ്റ്, ഈ സോക്കറ്റ് എന്ന ലൈറ്റ്, ഈ ഹോൾ എന്ന ലൈറ്റ്, ഈ പോക്കറ്റ് എന്ന ലൈറ്റ്, മറ്റിടത്തുന്ന ലൈറ്റ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള രോമക്കുത്തിന്റെ ഉള്ളിലുള്ള മാലിന്യം പോലും എടുത്തു പിടിക്കുന്ന അത്രയും ലൈറ്റുകൾ. ഈ കൃത്രിമ ലൈറ്റിന്റെ ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, സമൂഹത്തിനും ഉണ്ടാവില്ല. അതാ പ്രശ്നം. അപ്പൊ പിന്നെ ഇസ്ലാം പ്രകാശത്തിന്റെ മതല്ലേ? ആ പ്രകാശം എന്ന് പറയുന്നത് ആത്മീക പ്രകാശമാണ്. കറണ്ടിന്റെ ലൈറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്. കറണ്ടിന്റെ ലൈറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്. ആ പറഞ്ഞത് കണ്ണ് ചിമ്പുമ്പോ ഹൃദയത്തിന് കിട്ടുന്ന ലൈറ്റിനെ പറ്റിയാണ്. കൂടുന്നു വർഷങ്ങൾ മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അകക്കൺ തുറന്നൊന്നു നോക്കടാ മാടാ, ഉൾസാരമോർത്താലുറങ്ങാമോ കാടാ. മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ, പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ട് കാടാ. ഷുജായി മൊയ്ദ് മുസ്ലിയാർ, മലയാളത്തിന്റെ മഹാനായ ദാർശനിക കവി. അതിനു മുമ്പും അതിന് പിമ്പും അങ്ങനെ ഒരു പ്രതിഭ മലയാളത്തിൽ ഉണ്ടായില്ല. ചാവക്കാട്ടുകാരനായ ഷുജായി മൊയ്ദ് മുസ്ലിയാർ. ഷുജായി മൊയ്ദ് മുസ്ലിയാർ എന്ന് കേൾക്കുമ്പം തോന്നണ്ട ഏതോ ഒരു മൊയ്ദ് ഉസ്താദാണെന്ന്. അല്ല, അതുപോലെ ഒരു പ്രതിഭ അതിന്റെ മുമ്പിലും കേരളത്തിൽ ഉണ്ടായില്ല, അതിന്റെ ശേഷവും കേരളത്തിൽ ഉണ്ടായില്ല. പേർഷ്യൻ ഭാഷയിൽ ലോക മാനവിക ചരിത്രം, ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ ഏക മലയാളി ഫൈലുൽ ഫയ്യാദ്. പേർഷ്യൻ ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ ഏക മലയാളി. അങ്ങനെ ഒരു മലയാളി പിന്നെ ഉണ്ടായില്ലല്ലോ. അവാർഡ് കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ അതിന്റെ ശേഷമാണ് കേരളത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഷുജായി മൊയ്ദ് മുസ്ലിയാർക്ക് അനുമോദനം എന്ന് പറയുന്ന ഒരു ബോർഡൊന്നും എവിടെയും വന്നില്ല. ഷോ ഓഫ് സംസ്കാരവും പ്രദർശനാത്മക സംസ്കാരവും ഫ്ലക്സ് സംസ്കാരവും അനുമോദന സംസ്കാരവും ആളാകൽ സംസ്കാരവും അതൊക്കെ പിന്നുണ്ടായതാണ്. ഷുജായിന്റെ കാലത്തില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം ഷുജായിന്റെ പേര് ബോർഡുമ്മൽ വന്നില്ല. പക്ഷെ അതുപോലൊരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഷുജായി മൊയ്ദ് മുസ്ലിയാരുടെ കാലിലെ ചെരുപ്പെടുക്കാൻ യോഗ്യതയുള്ള ആളുകൾ പിന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദാർശനിക സാഹിത്യ മേഖലയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ആ ഷുജായി പറഞ്ഞ വാക്കാണിത്. മുഖക്കൺ അടക്കുൽ, നിന്റെ മുഖത്തെ കണ്ണ് നീ ഒന്ന് അടക്ക്, എന്നാൽ തുറക്കട്ടെ മാഠ, വിവരമില്ലാത്തവനെ അപ്പോൾ തുറക്കട്ടെ. എന്ത്? എന്നോട് പറയുകയാണ്, ഇത് വായിക്കുന്ന വായനക്കാരനോട് പറയുകയാണ്. പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ട് കാടാ, നീ പൂട്ടിക്കളഞ്ഞ നിന്റെ പൊഞ്ചപ്പാകുന്ന ഹൃദയത്തിന്റെ അകത്താണ് ആത്മാവ് എന്ന മുത്തുള്ളത്. അതാണ് നീ കാണേണ്ടത്, കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല എന്ന് ഷുജായി. ഇത് പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? സിനിമയുടെ പിന്നാലെ, നാടകത്തിന്റെ പിന്നാലെ, കോമഡിയുടെ പിന്നാലെ, പെൺകുട്ടികളുടെ പിന്നാലെ, ആൺകുട്ടികളുടെ പിന്നാലെ, മനോഹരമായ കാഴ്ചയുടെ പിന്നാലെ കണ്ടിട്ടും കണ്ടിട്ടും പൂതി മാറുന്നില്ല. അവരോടാണ് ഈ കവി പറയുന്നത്, നീ മുഖത്തെ കണ്ണടക്ക്, എന്നിട്ട് അകത്തെ കാഴ്ചകൾ നീ കാണ്. മുഖത്തെ കണ്ണുകൊണ്ട് നീ കാണുന്ന കാഴ്ചകൾക്ക് ദൂരം ബാധകമാണ്, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അകത്തെ കണ്ണുകൊണ്ട് നീ കാണുന്ന ആകാശങ്ങൾക്ക് അതിർത്തികളില്ല, പരിമിതികളില്ല. ഈ ദീനിന്റെ പേരാണ് ഇസ്ലാം. മറ്റത് ആധുനികതയാണ്, മറ്റത് മോഡേണിറ്റിയാണ്. ദുനിയാവിൽ നമ്മൾ ആനന്ദിച്ചാലും ആസ്വദിച്ചാലും, ഈ കുട്ടികൾ എന്തേ ഉമ്മാനെ കൊന്നത്? എന്തേ? ആ കുട്ടീന്റെ പ്രശ്നം പഠിക്ക്. ഈ പ്രശ്നം പഠിക്കുമ്പോഴല്ലേ പരിഹാരം ഉണ്ടാകുക. ഒരു മാസം മുമ്പും കൊലപാതകയില്ലേ, എന്നിട്ട് എന്തേ പരിഹാരമാകുന്നില്ല? രക്ഷിതാക്കള് കരയുന്നില്ലേ? നാട്ടുകാര് കരയുന്നില്ലേ? മന്ത്രിസഭ ചേർന്നില്ലേ? ചാനൽ അവതാരകൻ വിളിച്ചു കൂവി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പ്രശ്നത്തിന്റെ മർമ്മം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാ കിടക്കുന്നത്? ഉമ്മാനെ കൊന്നു. എന്തുകൊണ്ട്? ആ കുട്ടി എന്താ പറഞ്ഞത്? എനിക്ക് ജന്മം തന്നതിന്റെ ശിക്ഷയാണ്.
എനിക്ക് ജന്മം തന്നതിന്റെ ശിക്ഷയാണ്. എനിക്ക് സെൽഫിഷ്നെസ്, എനിക്കെന്ത് കിട്ടും? ഉമ്മക്ക് അവിടെ പരിഗണനയില്ല, ബാപ്പക്ക് പരിഗണനയില്ല, സമൂഹത്തിന് പരിഗണനയില്ല, ഗുരുനാഥർക്ക് പരിഗണനയില്ല, മറ്റാർക്കും പരിഗണനയില്ല. എനിക്ക് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നതാണ് ഞാൻ, എനിക്ക്, എന്റെ. ആ ബോധം ആരുണ്ടാക്കിയ? ഇൻഡിവിജ്വലിസം എന്ന് പറയും, വ്യക്തി സ്വാതന്ത്ര്യവാദം. എനിക്ക്, ഞാൻ. എനിക്ക് 18 വയസ്സായി, എനിക്ക് 22 വയസ്സായി, ഞാൻ ഡിഗ്രി പാസ്സായി, ഞാൻ PG പാസ്സായി. ഇനി എന്റേത് ഞാൻ തീരുമാനിക്കും. ഞാൻ ആരെ കൂടെ പോകണം, ആരെ കൂടെ പോകണ്ട, എന്ത് പറയണം, എന്ത് പറയണ്ട, എല്ലാം നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടണ്ട. ഇതാര് പ്രോത്സാഹിപ്പിച്ചതാ? ഈ ഞാൻ എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്ന ബോധം ഈ കുട്ടികളുടെ മനസ്സിൽ ആരുണ്ടാക്കിയതാ? ആ ഉണ്ടാക്കിയവരാണ് ഒന്നാം പ്രതികൾ. താമരശ്ശേരിയിൽ ഉമ്മയെ കൊന്ന കുട്ടി 2ാം പ്രതിയാണ്. ഉമ്മയെ കൊന്ന കുട്ടി 2ാം പ്രതിയാണ്. ആ കുട്ടിയെ നിർമ്മിച്ച 1ാം പ്രതി സമൂഹമാണ്. 1ാം പ്രതി പൊതുബോധമാണ്. 1ാം പ്രതി ഇവിടെയുള്ള മീഡിയയാണ്, ഇവിടെയുള്ള നിർമ്മിത പൊതുബോധമാണ്, കപട പൊതുബോധമാണ്. അതെന്താ പൊതുബോധം? ഇത് പഠിപ്പിച്ചു. ഒരു കുട്ടി, ഒരു വ്യക്തി അവനവന്റെ ശരി സ്വയം കണ്ടെത്തണം. ഇതൊക്കെ തെറ്റാ. ഒരാളും അവനവന്റെ ശരി സ്വയം കണ്ടെത്തരുത്. ഉമ്മയും ഉപ്പയും പറഞ്ഞു കൊടുക്കണം, ഗുരുനാഥന്മാര് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മള്. ഒരേ സമയം ഒരു ദുരന്തം ഉണ്ടാകുമ്പം കരയും ചെയ്യും. ആ കരയുന്ന ആളെന്നെ വേറെ വേദിയിൽ പോയിട്ട് കുട്ടികളോട് പറഞ്ഞും കൊടുക്കും. എന്താ പറഞ്ഞു കൊടുക്കുക? നിങ്ങളുടേതായ ആകാശം നിങ്ങൾ കണ്ടെത്തൂ, നിങ്ങൾ പറക്കൂ, നിങ്ങൾ ഉയരൂ, പ്രതിബന്ധങ്ങളെ നിങ്ങൾ മറികടക്കൂ, നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. ഇത് കുട്ടി പഠിക്കും. ഇത് കുട്ടി പറയും, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, മൈ ഹെൽത്ത് ഈസ് മൈ ചോയ്സ്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, ആൻഡ് മൈ ചോയ്സ് ഈസ് ടു മൈ ചോയ്സ്. എന്റെ ആരോഗ്യം എന്റെ തെരഞ്ഞെടുപ്പാണ്, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ളതും എന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് ഇന്ത്യയിൽ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ പ്ലീസ് നിങ്ങൾ ഇടപെടണ്ട എന്ന് ആ കുട്ടിയെ, കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവര് തന്നെയാണ് ഈ കുട്ടി. എനിക്കിഷ്ടമില്ലാത്ത ജീവിതം എനിക്ക് തന്ന ഉമ്മ, നിങ്ങൾ എന്റെ കടാരക്കിരയാകൂ എന്ന് പറയുമ്പോൾ വന്ന് കരയുന്നത് ആരാണ്? ആ ദുരന്തം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സമൂഹമാണ് ഉണ്ടാക്കുന്നത്, വെറുതെ പറയുകയല്ല. ഇന്നലെ അല്ലെ മെനിയാന്ന് മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു കൊടുക്കൂ, അതാണ് ലേഖനം. എഴുതിയ ആളെ പേര് റെന ആന്റണി, മുൻ ബാലാവകാശ കമ്മീഷൻ സമിതി അംഗം. എന്താ പറയുന്ന അറിയോ? സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ വയ്യ. ആന കളിച്ചാലും കുതിര കളിച്ചാലും കുത്തിമറിഞ്ഞാലും കോമ്പസ് എടുത്ത് കുത്തിയാലും ബോർഡ് തകർത്താലും ബ്ലോക്ക് തകർത്താലും തിന്നാനുള്ള ചോറിൽ മണ്ണിട്ടാലും കഞ്ഞിയിൽ പൂഴിയെറിഞ്ഞാലും അധ്യാപകനെ ഗരാബോ ചെയ്താലും അധ്യാപികയെ തെറി പറഞ്ഞാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മാസാമാസം ശമ്പളം വാങ്ങി പോന്നേച്ചാൽ മതി. അവിടെ ഒരു മര്യാദ പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു പത്രത്തിൽ വന്ന ആർട്ടിക്കിളല്ല, മലയാളത്തിന്റെ പൊതുപത്രം എന്ന് സ്വയം പറയുന്ന മലയാള മനോരമയിൽ മുൻ ബാലാവകാശ കമ്മീഷൻ സമിതി അംഗം എഴുതിയ ലേഖനമാണ്. അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു കൊടുക്കൂ. തിരിഞ്ഞു വരികയാണ്. കുട്ടികളെ പാട്ടിന് വിടൂ എന്ന് പറഞ്ഞ ആളുകളാണ് 5 കൊല്ലം കഴിയുമ്പോൾ തിരിഞ്ഞു വരുന്നത്. കുട്ടികളെ പാട്ടിന് വിട്ടാൽ പ്രശ്നമാണ്. പാരന്റിങ് ഉണ്ടാകണം, പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ഒരു ഉസ്താദ് എന്തോ ഒന്ന് പറഞ്ഞപ്പോ എന്തായാലും ബഹളം. നിങ്ങൾ ആലോചിച്ചോ. ആ പറഞ്ഞതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ആ ശൈലിയോട് ഭയങ്കര ഓഡിറ്റിങ്, ചാനൽ ചർച്ച, ഒരു ചാനൽ തന്നെ 2, 3, 4, 5 ലെയറുകൾ, 3 നേരം. ഇവിടെ ഈ കുട്ടി 6 പേരെ കൊന്നു, ഒരാളെ കൊന്നു, തൂക്കിക്കൊന്നു. എന്താ പ്രശ്നം? സിനിമ തിരക്കഥക്കാര് പറയുന്നതാണ് വയലൻസ് സിനിമകൾ പ്രശ്നമാവുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ ഈ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ നോക്കണല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ക്ഷമിക്കണേ. നമുക്ക് ഒരു ഭാഗം ഇങ്ങനെയാണ് ഒരു സൗകര്യം, ഈ ഭാഗത്തും ആൾക്കാരുണ്ട്.
കഴിഞ്ഞ ഒരു 5 മാസത്തിന്റെ ഉള്ളിൽ, അല്ല ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകൾ ഒന്ന് ഓഡിറ്റ് ചെയ്യൂ. ഓഡിറ്റ് ചെയ്യുമ്പോ ഒക്കെ ഓഡിറ്റ് ചെയ്യണ്ടേ? കൊല്ലൽ മാത്രം പ്രമേയായ, രക്തവും വയലൻസും അടിയും ഇടിയും കുത്തും തെറിയും സെക്സും മാത്രം പ്രമേയായ സിനിമകളാണ് അധികവും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആരാ കാണുന്നത്? വയസ്സന്മാര് കാണുന്നുണ്ടോ? വല്യപ്പന്മാരും വല്യമ്മമാരും കാണുന്നുണ്ടോ? ചെറിയ കുട്ടികൾ കാണുന്നുണ്ടോ? 100 കോടിയും 150 കോടിയും ക്ലബിൽ ഇടം നേടുന്ന പടങ്ങൾ മുഴുവനും ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ, അല്ല ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ചോര ചീന്തിയ പടങ്ങളാണ്. ഒരു മനുഷ്യന്റെ പാന്റും തുണിയും പാവാടയും ഉരിഞ്ഞാൽ കാണുന്ന അവയവങ്ങൾ മാത്രം വിളിച്ച് അഭിസംബോധന ചെയ്ത പടങ്ങളാണ്. പെണ്ണിന്റെ അഭിമാനം കളങ്കപ്പെടുത്തിയ പടങ്ങളാണ്. ആരാ കാണുന്നത്? കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വടകരയിലെയും മലപ്പുറത്തെയും കുട്ടികളാണ് കാണുന്നത്. ഏതെങ്കിലും ഇവിടെയുള്ളൊരു മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ ഒരു കൊള്ളാവുന്നൊരു മനുഷ്യൻ പറഞ്ഞോ? സിനിമയൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഈ തെറിപ്പടവും ഈ സെക്സ് പടവും ഈ അടിപ്പടവും കൊല്ലൽ പടവും അത് പാടില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ ഒരു ഭാഗത്ത് സാമൂഹിക ദ്രോഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അവാർഡ് കൊടുക്കുക, അവരെ ആദരിക്കുക, മറ്റൊരു ഭാഗത്ത് അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതിവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ചാനൽ വന്ന് കരയുക, അതിനല്ലേ എന്ത് പറയുക? പൊട്ടത്തരെന്ന് പറയാ. ഒന്നുകിൽ ആ ഭാഗത്തേക്കടോ അല്ലെ ഈ ഭാഗത്തേക്കടോ. ഇത് ആദ്യം ആട് അവാർഡ് കൊടുക്കും, എന്നിട്ട് ഓരെ പ്രോത്സാഹിപ്പിക്കും, പിന്നെ അത് പ്രശ്നം ഉണ്ടാവും, ഇവിടെ വന്ന് കരയും. നമ്മൾ ആദ്യം പറയുന്നു പാടില്ല. ഏതാ ശരി? ലോകം ഇങ്ങോട്ടേക്ക് വരുന്ന സംശയമില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളെ, പുതിയ തലമുറയെ മതിച്ച ആപത്ത് ഞാൻ ഈ പറയുന്ന തലക്ക് പിടിച്ച ആപത്താണ്. അവരെ പഠിപ്പിക്കണം, സങ്കടം സഹിക്കാൻ പഠിപ്പിക്കണം, ടെൻഷൻ അടിക്കാൻ പഠിപ്പിക്കണം. ഇതാണ് സൂഫിസം. മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ, തെറി പറഞ്ഞാൽ ആത്മഹത്യ. കോഴിക്കോട്ടെ എൻ്റെ രമനിയ എന്നൊരു അനുഭവം. ഒരു ടെക്സ്റ്റൈൽസിലുള്ള ഒരു ചങ്ങാതിയെ കണ്ടപ്പോ ഒരു 6 മാസം മുമ്പ് വരെ കണ്ട രൂപമല്ല, ആകെ പകുതിയായിരിക്കുന്നു. ആദ്യം കാണുന്ന ആളാണ്. എന്ത് പറ്റി? കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭാര്യ ആത്മഹത്യ ചെയ്തു. മീൻചന്തയിലാണ് സംഭവം. എന്താ? ഞെട്ടിപ്പോയി. അത് അവള് ഫോൺ അധികം ഉപയോഗിച്ചപ്പോ എന്റെ ഉപ്പ വഴക്ക് പറഞ്ഞതാണ്. സംഭവിച്ചു ആലോചിച്ച് നോക്കൂ. ഫോൺ ഉപയോഗിച്ചതിന് വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ, മാർക്ക് കുറഞ്ഞതിന് ആത്മഹത്യ, ഇഷ്ടപ്പെട്ട പെണ്ണിന് മെസ്സേജ് അയച്ച് മെസ്സേജ് റീഡ് ചെയ്ത് നീലവരയായിട്ടും പ്രതികരണം വരാത്തതിന് ആത്മഹത്യ. വിചിത്രമായ സംഭവം. എഴുതി വെച്ച് ഈ കുരുന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ന്യായം ആ കുട്ടി എഴുതി വെച്ചു. എനിക്ക് പ്രിയപ്പെട്ട എന്റെ ക്ലാസ്സിലെ ഇന്ന കുട്ടിക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് അവളത് വായിച്ചിട്ടും മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് റീപ്ലൈ തരാത്തതിന്റെ പേരിലാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ഈ കുട്ടികൾ എന്തുകൊണ്ടങ്ങനെയായി? ആരാ പഠിപ്പിച്ചത്? സങ്കടങ്ങൾ സഹിക്കാൻ പഠിപ്പിച്ചില്ല, പ്രതിസന്ധികൾ മറികടക്കാൻ പഠിപ്പിച്ചില്ല. കരഞ്ഞാൽ മുട്ടായി, കരയുമ്പോഴേക്ക് മുട്ടായി. കുട്ടി എപ്പോഴും ചിരിക്കണം, അങ്ങനെ പറയാന്നെ. കാണുമെന്താ ഒരു വിഷമം പോലെ. ഇന്ന് കരഞ്ഞിനോ? ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നതാണ്, കരയരുതേ. കുട്ടി ഒരു ഭാഗത്തിനെ കരഞ്ഞോട്ടെ, കുട്ടിക്ക് കരയാനല്ലേ അല്ല വായ കൊടുത്തേ. ഒരു പരിധിയാകുമ്പോ അങ്ങ് അടങ്ങും. അതിന് മുട്ടായി ഇതിന് മുട്ടായി പഠിപ്പിച്ചു. നിനക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കുട്ടികളെ പോറ്റുന്നത് ഏതുപോലെയാണ്? രാജകുമാരനെയും രാജകുമാരിയെയും പോറ്റുന്ന പോലെ. മക്കളോട് അലിവ് വേണ്ടെന്നല്ല, വാത്സല്യം വേണ്ടെന്നല്ല, കാരുണ്യം വേണ്ടെന്നല്ല, പക്ഷേ പോറ്റുമ്പോൾ ഒരു ബാലൻസിങ് ഉണ്ടാകണം, മനസ്സിന് ശക്തി ഉണ്ടാകണം ആ കുട്ടികൾക്ക്. ആളുകൾ വന്ന് അടിച്ചാലും തെറി പറഞ്ഞാലും പ്രതിസന്ധികൾ വന്നാലും മറികടക്കാനുള്ള ഒരു മനക്കട്ടി കൊടുക്കണം. അതാണ് കുട്ടികൾക്ക് ഇല്ലാത്തത്. അതില്ലാത്തത് ഈ ഇൻസ്റ്റഗ്രാം ഇമ്പാക്ട്. ഞാൻ പറയുമ്പോ ഓർക്ക് വിഷമാകുമോ? ഇത് വല്ലാതെ ഉണ്ടേ. ഓറ് പോയോ?
ഒരു സംഗതി എനിക്ക് ഭംഗി പറയാനല്ല, തൊള്ളേന്ന് വെള്ളം വലിച്ചു പോകും. ചെറിയ നിങ്ങൾ ഇതല്ല തിരക്കാവണ്ട, അതുണ്ടെങ്കിലും മതി, ഇല്ല ഇങ്ങനെ പറയാം, അടങ്ങാറാവരുത്. അല്ലേ? നമ്മളിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു പുതിയ തലമുറ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഒരു ഗവൺമെൻറ്, ഒരു സ്കൂളും ഒരു കോളേജൊന്നും അല്ല. ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡുകളാണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും അറിയാമത്. ആ ട്രെൻഡ് എന്താ? നമ്മളിത് പറയുമ്പോൾ പോലും അവർ അതിനൊരു പേരിടും. ആ മുല്യാർക്ക് ഒരു തന്ത വൈബാന്ന് പറയും. ഓരോ കാലത്തും ഓരോരോ ഫിത്നകൾ. അത് ഇൻസ്റ്റഗ്രാം മാത്രമാണ്, അത് റീലാണ്, റിയലല്ല എന്ന് കുട്ടി പഠിക്കാതെ പോകുന്നു, കുട്ടി ഓർക്കാതെ പോകുന്നു, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാതെയും പോകുന്നു. അതിൻ്റെ ഉള്ളിൽ കാണുന്നതെല്ലാം അതേപോലെ എപ്പോഴും മാത്സര്യം. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. അതിനൊക്കെ സൈക്കോളജിയിൽ കുറേ പേരുകളുണ്ട്, ഞാൻ സങ്കീർണമാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ഒരു സങ്കടം വരുമ്പോൾ ഉടൻ സന്തോഷത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് ഇൻസ്റ്റഗ്രാം കുട്ടികളെ പഠിപ്പിച്ചു. അതിൻ്റെ പേരാണ് ഹെഡോണിക് ട്രെഡ് മിൽ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇയാളെന്തേ പറയുന്നു വിചാരിക്കും കുറേ സാധാരണക്കാർ. സങ്കീർണമാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അതൊക്കെ പഠനം നടക്കുന്നു. ഹെഡോണിക് ട്രെഡ് മിൽ. ഒരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് സന്തോഷത്തിലേക്ക് തന്നെ പോകണം. ഈ കുട്ടിക്കാരോ പഠിപ്പിച്ചു കൊടുത്തു സങ്കടം ഒരു മോശമാണ്, അപ്പോൾ പെട്ടെന്ന് സന്തോഷത്തിലേക്ക്. എന്താ സന്തോഷം? ഈറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ്. ഏറ്റവും നല്ലത് തിന്നു, ബാക്കിയൊക്കെ മറന്നേക്കൂ. ഫീൽ ദ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ്. ഏറ്റവും നല്ലത് അനുഭവിക്കൂ. സെക്സുമായി ബന്ധപ്പെട്ടൊരു മോട്ടോ ആണ്. ഫോർഗെറ്റ് ദി റെസ്റ്റ്. പിന്നെ എന്തുണ്ടാകുമെന്ന് ആലോചിക്കേണ്ട. ഇതൊക്കെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഉടൻ തന്നെ അല്ലെങ്കിൽ നീ ട്രിപ്പ് പോകൂ, യാത്ര പോകൂ, ഒന്നിനെയും നമ്മൾ എതിർക്കുകയല്ല. പക്ഷെ അതിൻ്റെ പിറകിൽ കൺസ്യൂമറിസത്തിൻ്റെ ഒരു ചരടുണ്ട്. ഇതൊരു മാലയാണ്. നിനക്ക് ടെൻഷനുണ്ടോ? ഇതാ പാക്കേജ്. തായ്ലാൻഡിൽ പോകാം, തായ്വാനിൽ പോകാം, മലേഷ്യയിൽ പോകാം, തുർക്കിയിൽ പോകാം, അമേരിക്കയിൽ പോകാം. 2 മാസത്തെ പാക്കേജ്, 1 മാസത്തെ പാക്കേജ്, 2 ആഴ്ചയിലെ പാക്കേജ്. അത് കഴിഞ്ഞ് മൂഡ് ഓഫ് ആയാലോ അടുത്ത വഴി. ഇനി നിനക്ക് ഇതാ ഞങ്ങളുടെ വക പുതിയ ബ്രാൻഡ് വിസ്കി ബ്രാൻഡ്. ഇതൊരു മാല പോലെ. അതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത് സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വരാൻ. എന്ത്? ഹെഡോണിക് ട്രെഡ്മിൽ. വേറെ കുറേ പ്രശ്നം. എന്താ പ്രശ്നം? ഇതുണ്ടാക്കുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന വേറെ പ്രശ്നം. ഇതൊന്നും ഒരു വാക്ക് വെറുതെ അല്ലേ. വേറൊരു പ്രശ്നം ഏതാണെന്നറിയോ? റിലേറ്റീവ് പോവർട്ടി എന്ന് പറയും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെക്കാൾ താഴെയുള്ളവരെ മാത്രമേ നോക്കാവൂ, നിങ്ങളെക്കാൾ മുകളിലുള്ളവരെ നോക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ പോളിസി. ഒരു നേരത്തെ ചോറ് തിന്നാൻ വകയില്ലാത്ത 10,000 ഇവിടെ ഉണ്ട്. ചേരിയിലെ ചേറ് ചോറാക്കി തിന്നുന്ന 10,000 ആളുകൾ ഇവിടെയുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 10,000 ഇവിടെയുണ്ട്. നിങ്ങൾ താഴെയുള്ളവരെ നോക്കൂ, എങ്കിലേ നിങ്ങളോട് അള്ളാഹു ചെയ്ത കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് അള്ളാഹിൻ്റെ റസൂൽ. പക്ഷേ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് മാത്രം നോക്കൂ. അവർക്കിതാ ഡെയിലി ആഴ്ചക്ക് ഷോപ്പിംഗ് ചെയ്യുന്നവർ, ഒരു പുതിയ വസ്ത്രം ഇഷ്ടപ്പെടുമ്പോഴേക്ക് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തുന്നവർ, ഉപയോഗിക്കുന്ന വസ്തു പഴകാതെ തന്നെ, ദ്രവിക്കാതെ തന്നെ, നുരുമ്പാതെ തന്നെ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരുപാടെണ്ണം വാങ്ങി ഷോക്കേസിൽ, അളമാറയിൽ, തട്ടിൽ സൂക്ഷിക്കുന്നവർ, എങ്ങേക്കും ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ആളുകൾ, നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കൂ, ഒന്നുകൂടി നിങ്ങൾ മെച്ചപ്പെടൂ എന്ന് മാത്രം പഠിപ്പിക്കുന്ന ടെൻഡൻസി. ഇനിയും നിങ്ങൾക്കൊരു ഐഫോൺ ആയില്ലേ? ഇതാണ് കുട്ടിയോടുള്ള ചോദ്യം. എത്ര കാലമായി നിങ്ങൾ ഈ മാങ്ങാണ്ടി ഫോൺ ഉപയോഗിക്കുന്നു? ഇതാ പുതിയ ബ്രാൻഡ്. നിങ്ങൾ എത്ര കാലമായി 12 Pro ഉപയോഗിക്കുന്നു? ഇതാ 13 Pro. അത് കഴിഞ്ഞ് ഇതാ 14, ഇതാ 16. ഇത് വാങ്ങൂ. മുകളിലോട്ട്. കുട്ടി ആദ്യം 100 രൂപ കട്ടുപടിക്കുന്നു.
അപ്പൊ അതാണ് കഥ. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا. പരിശുദ്ധ ഖുർആൻ ഈ മൊബൈൽ സെൻട്രത്തെ കുറിച്ച്, ഈ ഇന്റർനെറ്റിനോടുള്ള ഭ്രാന്തിനെ കുറിച്ച്, ഈ ഇൻസ്റ്റഗ്രാം പിരാന്തിനെ കുറിച്ച്, സോഷ്യൽ മീഡിയ ഭ്രാന്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള വളരെ സ്യൂട്ടായൊരു വചനം. മിനന്നാസ്, സമൂഹത്തിൽ ചില ആളുകളുണ്ട്, മയ്യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി വയത്തഖിദുഹാ ഹുസ്വാ. അവരെന്തേ ചെയ്യുന്നതെന്നറിയില്ലേ? അവർ ചെയ്യുന്നത് യസ്തരി ലഹ്വൽ ഹദീസ്, കാശ് കൊടുത്തുകൊണ്ടവർ ഭ്രാന്ത് വിലക്ക് വാങ്ങുകയാണ്. യസ്തരി, അവർ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങും. ലഹ്വൽ ഹദീസ്, തമാശകളും കോമഡികളും വിറ്റുകളും സ്റ്റോറികളും അവർ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങും. എന്തിനു വേണ്ടി? ലിയുദില്ല അൻ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ വഴിയിൽ നിന്നും ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി. ബിഗൈരി ഇൽമ്, അതേക്കുറിച്ച് അവർക്കൊരു ബോധ്യമോ ഒരറിവോ അതേക്കുറിച്ചില്ല. അതേക്കുറിച്ചൊരു ബോധ്യമോ അറിവോ അവർക്കില്ല. വയത്തഖിദുഹാ ഹുസ്വാ, അതിനെ മുഴുവനും അവർ കളി തമാശയായിട്ടാണ് അവർ ഇതിനെ സ്വീകരിക്കുന്നത്. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്. ഈ ആയത്ത് എന്നെക്കുറിച്ചല്ലേ, നമ്മളെക്കുറിച്ചല്ലേ, നിങ്ങളെക്കുറിച്ചല്ലേ, പുതിയ തലമുറയെക്കുറിച്ചല്ലേ? ലഹ്വൽ ഹദീസ്, കാശ് കൊടുത്തുകൊണ്ട് പിരാന്ത് വിലക്ക് വാങ്ങുന്ന ആളുകൾ, ആളുകളെ ചിരിപ്പിക്കാനുള്ള കോമഡികൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ, അടിയും കുത്തും സ്റ്റണ്ടും കൊലവിളിയും നിലവിളിയും പോർവിളിയും വിലക്ക് വാങ്ങുന്ന ആളുകൾ. ഒരു മാസത്തേക്ക് ഡാറ്റ ചെയ്യുകയാണ്, ഒരു മാസത്തേക്ക് ഇന്റർനെറ്റ് നമ്മുടെ ഡാറ്റ പുതുക്കുകയാണ്. അതിനെക്കുറിച്ച് തന്നെയല്ലേ ഈ പറയുന്നത്? വമിനന്നാസ്, ഞാനുണ്ട്, നീയുണ്ട്, നമ്മളുണ്ട്, നിങ്ങളുണ്ട്. അത് എങ്ങനെയാണ് അവരുടെ സ്വഭാവം? യസ്തരി, അവർ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങും. ലഹ്വൽ ഹദീസ്, പാഴ് വർത്തമാനങ്ങൾ അവർ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങും. എന്തിനു വേണ്ടി? ലിയുദില്ല അൻ സബീലില്ലാ, ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി എന്ന്. കാശ് കൊടുത്തുകൊണ്ട് പിഴപ്പിക്കുന്ന വർത്തമാനങ്ങൾ വാങ്ങുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പഴയകാലത്ത് അന്നത്തെ രീതികൾ, പഴയകാലത്തെ രീതി എന്ന് പറയുന്നത് നാദിയ എന്ന് പറയും, ക്ലബ്ബുകളിൽ കള്ള് കുടിക്കുന്നവരും നൃത്തം ചെയ്യുന്നവരും പാട്ടുപാടി മതിക്കുന്നവരും നേരം വെളുക്കുന്നത് വരെ കൊണ്ടാടുന്നവരുമായിരുന്ന ആളുകളായിരുന്നു ക്ലബ്ബുകളിൽ, പഴയകാലത്തെ ചന്തകളിൽ ഉണ്ടായിരുന്നത്. ഉക്കാള ചന്തയിലൊക്കെ അവരുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് ഈ വചനം വന്നത്. പക്ഷേ ആ വചനം ഇന്നത്തെ കാലത്തും വളരെ സ്യൂട്ടായി നമ്മുടെ മുമ്പിൽ ഇതാ. കാശ് കൊടുത്തുകൊണ്ട് ഇത് വാങ്ങിക്കുകയാണ്. ആ ആളുകൾക്ക് ഉലൈക ലഹും അദാബും മുഹീൻ, ആ ആളുകൾക്ക് സ്വയം പിഴച്ച തെറ്റും മറ്റുള്ളവരെ പിഴപ്പിച്ച തെറ്റും അവർ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് പരിശുദ്ധ ഖുർആൻ അവർക്ക് താക്കീത് ചെയ്യുന്നത്. ഇതൊരു നല്ല സാധനമല്ല. ഈ കുട്ടികളെ പിഴപ്പിച്ച ഈ സാധനം ഒരു നല്ല സാധനമല്ല. കോഴിക്കോട്ടങ്ങാടിയിൽ വലിയൊരു ബോർഡ് കണ്ടിരുന്നു. ആ വലിയ ബോർഡ്, ഒരു കഥ, 4 വരിയേ ആ ബോർഡിലുള്ളൂ. ഒരിടത്തൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്കൊരു മൊബൈൽ ഫോൺ കിട്ടി. അതോടെ കുട്ടിയുടെ കഥ കഴിഞ്ഞു. ഇതാണ് കഥ. 3 സെന്റൻസ് അല്ലേ ഉള്ളൂ. വലിയൊരു ബോർഡാണ്. ആ ബോർഡിൽ 3 വരി. ഒരിടത്തൊരു കുട്ടിയുണ്ടായിരുന്നു, കുട്ടിക്കൊരു മൊബൈൽ ഫോൺ കിട്ടി, അതോടെ കുട്ടിയുടെ കഥ കഴിഞ്ഞു. മിണ്ടുന്നില്ലല്ലോ കുട്ടികൾ, അനങ്ങുന്നില്ലല്ലോ കുട്ടികൾ, ഇടവല ബന്ധങ്ങളില്ലല്ലോ കുട്ടികൾക്ക്. നട്ടെല്ല് നിവർന്ന ജീവികൾ എന്നാണ് മനുഷ്യന്റെ നിർവചനം. നട്ടെല്ല് നിവർന്ന ജീവികൾ. പക്ഷെ ഈ പോക്ക് പോയാൽ മനുഷ്യന്റെ നിർവചനത്തിൽ വരെ മാറ്റം വരും. നട്ടെല്ല് വളഞ്ഞ ജീവികൾ. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വളഞ്ഞിട്ട് തോണ്ടാണ്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ഒരു ദിവസം എത്ര സമയം ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ വിചാരിക്കും 5 മിനിറ്റല്ലേ 10 മിനിറ്റല്ലേ എന്ന്. പക്ഷെ 24 മണിക്കൂറിൻ്റെ ആകെ ഒരു പോർഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ സ്ക്രീനുമായി ബന്ധപ്പെട്ട സമയം 4, 5, 6 ഒക്കെ മണിക്കൂറായിരിക്കും. ഒരുപാട് സമയങ്ങളായിരിക്കും. മനുഷ്യൻ അവൻ്റെ വിലപ്പെട്ട സമയം, ഐസലിയുന്ന പോലെ അലിഞ്ഞു പോകുന്ന ഈ ആയുസ്സിലെ വിലപ്പെട്ട സമയം മുഴുവനും ഇതുമ്മലാണ്.
അവർ എന്നിട്ട് കാശ് കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങുന്നു. അത് നല്ലത് പറഞ്ഞു കൊടുത്താലോ, ആയത്തിൻ്റെ ഒരു ഭംഗി നോക്ക്, നല്ലത് പറഞ്ഞു കൊടുത്താലോ തൊട്ടു ശേഷം പറയുന്നു വൈദാ തുസ്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ. ഇതൊരു കണക്റ്റീവാണ്. ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന മലിന സംസാരങ്ങൾ, പാഴ് സംസാരങ്ങൾ, തമാശകളും കോമഡികളും വിലക്ക് വാങ്ങുന്ന ആളുകളോട് വൈദാ തുസ്ലാ അലൈഹി ആയാതുനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും നല്ല വർത്തമാനങ്ങളും അവരോട് പറഞ്ഞു കൊടുത്താൽ വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരത്തോടെ തിരിഞ്ഞുകളയും, ഒന്ന് പോടോ എന്ന് പറയും. 7-ാം നൂറ്റാണ്ടിലെ കൂറക്കിതാബുമായി വരണ്ട എന്ന് കമന്റ് വരും. നിങ്ങളൊന്നും ഈ കാലത്തല്ലേ ജീവിക്കുന്നത് എന്ന പരിഹാസം വരും. വഇദാ തുസ്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ. ഈ വചനം വന്നത് ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ടു ശേഷമാണ്. കാശ് കൊടുത്ത് ഭ്രാന്ത് വാങ്ങുന്നവരോട് അള്ളാന്റെ വർത്താനങ്ങൾ പറയപ്പെട്ടാൽ വല്ലൗ, അവർ പിന്തിരിഞ്ഞു കളയും, മുസ്തക്ബിറൻ, അഹങ്കാരത്തോടെ തിരിഞ്ഞു കളയും എന്ന് പരിശുദ്ധനായ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പുതിയ തലമുറയുടെ മനസ്സിൽ ക്രൂരത, വയലൻസ്, ക്രൈം നിറച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വലിയ വലിയ വാക്കുകളിലേക്ക് പോവണ്ട. വ്യക്തി സ്വാതന്ത്ര്യവാദം, സ്വതന്ത്ര ചിന്ത, ലിബറലിസം എന്നൊന്നും പറയണ്ട. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണുമാണ്. കുറക്കണം. അതിൻ്റെ യൂസേജ് കുറക്കാതെ അടുത്ത തലമുറയെ നമ്മുടെ കയ്യിൽ കിട്ടില്ല. ചാരിറ്റിയൊന്നും പുതിയ അടുത്ത തലമുറ ചെയ്യില്ല. കാരണം എല്ലാവരും സെൽഫിഷാണ്. എനിക്കെന്ത് കിട്ടും? 1 മണിക്കൂർ നീ തന്നാൽ 1 മണിക്കൂർ കൊണ്ട്, അല്ലേ? പരസ്യമൊക്കെ അതല്ലേ. ഞാനെന്തിനാ കൂടുതൽ പറയുന്നത്? നീ 1 ലക്ഷം നിക്ഷേപിക്കൂ, 10 ലക്ഷം സമ്പാദിക്കൂ. ഞങ്ങൾക്ക് 2 മണിക്കൂർ തരൂ, നീ ഒരു ദിവസം ലാഭിക്കൂ. 5 മണിക്കൂർ പണിയെടുക്കൂ, 19 മണിക്കൂർ ഉറങ്ങൂ. 7 ദിവസം കമ്പനിയിൽ വരൂ, ബാക്കി ദിവസം ഫ്രീ ആയി നടക്കൂ. ഒക്കെ സ്വാർത്ഥതയാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമോ? പരിശുദ്ധ ഇസ്ലാം നേരെ ഓപ്പോസിറ്റാണ്. നീ കൊടുക്കൂ. എങ്ങനെ കൊടുക്കണം? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കൂ. ആധുനികത സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി വാ. ഇസ്ലാം സന്തോഷത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സംതൃപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താ വ്യത്യാസം? സന്തോഷം വരും പോവും, വേം വരും വേം പോവും. 1 പ്ലേറ്റ് ബിരിയാണി 30 സെക്കൻഡോട് നിന്നാൽ പറ്റും, അല്ലേ? വിശക്കുന്ന നേരാണ്, 1 മിനിറ്റ് കൊണ്ട് നിന്നാൽ പറ്റും. ഇനി രണ്ടാമത്തെ കുറച്ച് തട്ട് ചോറ് കൂടി ഇട്ടു, അത് തിന്നാൻ, ആദ്യത്തെ 1 പ്ലേറ്റ് തിന്നാൻ 1 മിനിറ്റാണ് ആവശ്യം. അതിൻ്റെ പകുതി തിന്നാൻ 4 മിനിറ്റ് വേണം. മടുത്തു. പിന്നെ മൂന്നാമത് കുറച്ചുകൂടി ഇട്ടെന്ന് കൂട്ടിക്കാം, അത് തിന്നാൻ 5 മിനിറ്റ് ആകും. അതിനേക്കാളും മടുത്തു. ഭൗതികമായ എല്ലാത്തിൻ്റെയും സ്വഭാവം സന്തോഷത്തിൽ തുടങ്ങും, മടുപ്പിൽ തീരും. എന്തെടുത്താലും ആവേശത്തിൽ തുടങ്ങും, അവശതയിൽ തീരും. തിടുക്കായിരിക്കും തുടങ്ങാൻ, മടുപ്പിലൊടുങ്ങും. എന്തും ദുനിയാവിൽ അള്ളാഹു പടച്ച എന്തും സുഖത്തിൽ തുടങ്ങും, അസുഖത്തിൽ തീരും. എന്തും ദുനിയാവിൽ നമ്മൾ ഓരോന്ന് പറയണ്ടല്ലോ, ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. ദുനിയാവിൽ അള്ളാഹു പടച്ച ദുനിയാവിലെ സകല സാധനവും അതാണ്. കിട്ടുന്നത് വരെ മാത്രമല്ലേ കൗതുകമുള്ളൂ. പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇന്നലെ ഇവർ പറഞ്ഞല്ലോ, ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആൾക്കെന്തേ വേണ്ടത്? ഓളയാണ് വേണ്ടത്. അതിന് കുടുംബം സമ്മതിക്കാഞ്ഞിട്ടാണ്. ഇനി കിട്ടിയെന്ന് കൂട്ടിക്കോ. മനുഷ്യന്റെ സ്വഭാവം എന്താ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യരെ നിങ്ങൾ അശ്രദ്ധവാന്മാരാക്കി കളഞ്ഞു. പെരിപ്പിക്കലും. ഒന്ന് കിട്ടിയാൽ വേറൊന്ന് വേണം, ബദൽ വേറൊന്ന് വേണം. അനുഭവിച്ച് വരുന്നതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ മനസ്സ് വെമ്പൽ കൊള്ളും. 1 കാറ് വാങ്ങി,
ഒരു കാറ് വാങ്ങി 3 കൊല്ലം ഉപയോഗിക്കുമ്പോൾ തോന്നും പുതിയൊരു കാറ് വാങ്ങണം, ഇതിൻ്റെ പുതിയ വേരിയൻ്റ് വാങ്ങണം. ഇത് 5 സീറ്റാണെങ്കിൽ 7 സീറ്റർ വാങ്ങണം. ഇത് 1000 cc ആണെങ്കിൽ 2000 cc വാങ്ങണം. ഇത് ബേസിക് ഓപ്ഷൻ ആണെങ്കിൽ മിഡിൽ ഓപ്ഷൻ വാങ്ങണം, ഇനി ഫുൾ ഓപ്ഷൻ വാങ്ങണം. ഒന്ന് കിട്ടിയാൽ അവിടെ നിൽക്കില്ല. മനസ്സ് അതിനേക്കാളും നല്ലതിലേക്ക് ദുനിയാവിൻ്റെ ഒരു ടെൻഡൻസി അങ്ങനെയാണ്. ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവൾ വഴങ്ങി, അത് മടുക്കും അടുത്തതിലേക്ക്. ഒരു ആണിനെ വശീകരിച്ചു, അവനെ മടുത്തു, ഉടൻ അടുത്തതിലേക്ക്. ആ ടെൻഡൻസിയുള്ള ഒരാൾ മരിക്കുന്നവരെ മടുക്കൂല, പിന്നാലെ പോകും. ഒന്ന് കഴിഞ്ഞു അടുത്തത്, അത് കഴിഞ്ഞു അടുത്തത്, അത് കഴിഞ്ഞു അടുത്തത്. കടലിൻ്റെ തിരമാല പോലെ ഒരു ഷോപ്പ് കെട്ടി. ആദ്യം നമുക്ക് വേണം മാസാമാസം ഒരു 50,000 കിട്ടിയാൽ, വേണ്ട മാസാമാസം ഒരു 30,000 കിട്ടിയാൽ, മാസാമാസം ശമ്പളവും കഴിച്ചൊരു 10,000 കിട്ടിയാൽ എത്ര നന്നായിരുന്നേനെ എന്ന് കരുതി ആരംഭിച്ച കച്ചവടമാണ്. ഡെയിലി നമ്മുടെ അധ്വാനത്തിൻ്റെ കൂലി 1000 അല്ലെങ്കിൽ 800 കഴിച്ച് 700 അല്ലെങ്കിൽ 500 കഴിച്ചൊരു 100 രൂപ മിച്ചം കിട്ടിയാൽ എത്ര നന്നായിരുന്നേനെ എന്ന് കരുതി തുടങ്ങിയൊരു കച്ചവടമാണ്. 10,000 കിട്ടി തുടങ്ങുമ്പോൾ പോരാ, 50,000 വേണം. അത് പിന്നെ ലക്ഷമാക്കണം. ഇവിടെയുള്ള ഷോപ്പ് പിന്നെ വടകരയിലാക്കണം, പിന്നെ കോഴിക്കോടാക്കണം, ദുബൈയിലാക്കണം, പിന്നെ അവിടെയാക്കണം, GCC മുഴുവനാക്കണം. മനുഷ്യൻ്റെ ദാഹം മാറില്ല, ഒന്നിൽ നിൽക്കില്ല, കൂടി വരും. എവിടെ വരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാലോ ഇതെന്തേ അടുത്തതിലേക്ക് ചാടുന്നത് എന്താണ്? ഓരോന്നനുഭവിക്കുമ്പോഴും അത് മടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ, പുതിയ തലമുറ വീണ്ടും പുതിയതിലേക്ക് പോകുന്നത്. ആ പുതിയതിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുന്ന, അവരെ അതിനു വേണ്ടി പരിശീലിപ്പിക്കുന്ന വീഡിയോകൾ, അതിനു വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ, അതിൻ്റെ മോട്ടോകൾ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നീ ഇതുവരെ നിനക്കെന്ത് കിട്ടുമെന്നല്ലടാ ആലോചിച്ചത്, ഇനി നിനക്കെന്ത് കൊടുക്കാൻ പറ്റുമെന്നാലോചിക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കണം. നമ്മൾ വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ടെറസിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച ഏതെങ്കിലും ഒരു തട്ടിൻ പുറത്തിൽ നിന്നും ആരും ഇടാത്ത ഒരു തുണി കിട്ടി, ആർക്കും അത് വേണ്ട. 2 കൊല്ലം മുമ്പ് അമ്മോൻ കൊണ്ടുവന്നതാണ്, കാക്ക കൊണ്ടുവന്നതാണ്, ഉപ്പ കൊണ്ടുവന്നതാണ്, ആർക്കും വേണ്ടാതെ അതിൻ്റെ മൂലയിലിട്ടതാണ്. ഇസ്ലാം എന്താണെന്നറിയോ? അപ്പം നമ്മളൊരു കാര്യം ചെയ്യും. എന്താ ചെയ്യുക? പെയിന്റ് അടിക്കുന്നവൻ വിളിച്ചു ചോദിക്കും, ദാ നോക്കൂ, ഇവിടെതാ പൊട്ടിക്കാത്തൊരു ബാഗ്, ഇവിടെതാ ഒരു ചുരിദാർ, ഇവിടെതാ ഒരു തുണി, ഇവിടെതാ ഒരു അത്തർ, ഇവിടെതാ ഒരു ടോർച്ച്, ഇവിടെതാ വേറെ ഒരു സാധനം. നമ്മൾ തന്നെ വെച്ചത് മറന്നുപോയിക്കും. നമ്മളൊരു കാര്യം ചെയ്യും, അത് അടുത്ത ചാരിറ്റിക്കാർ വരുമ്പം കൊടുക്കാം. ആന്ധ്രയെന്ന് വെള്ളപ്പൊക്കത്തിൽ ആള് വരൂലേ, ഓൽക്ക് കൊടുക്കാം. ബീഹാർ എന്ന് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വരൂലേ, ഓൽക്ക് കൊടുക്കാം. അത് CH സെന്ററിന് കൊടുക്കാം, അത് സഹചാരിക്ക് കൊടുക്കാം. അത് അല്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മുടെ അയൽവാസി ഇന്ന താത്തയില്ലേ, ഓർക്ക് കൊടുക്കാം. ഇന്ന അയ്യാറില്ലേ, കാക്കയില്ലേ, ഓർക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് എല്ലാവരും പറയൽ. ഖുർആൻ പറയുകയാണ്, അത് 5 പൈസക്കില്ല. നിങ്ങളുടെ ആ മനസ്സ് അതെടുത്ത് നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് വേണ്ട എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ, നിങ്ങൾ ഗുണം പഠിക്കാൻ പോകുന്നില്ല, ഹത്താ തുൻഫിഖു, നിങ്ങൾ കൊടുക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂന, നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്. അതാണ് 10,000 റുപ്യേൻ്റെ അട്ടി പോക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടായി, ജുമഅ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പിരിവ്. അപ്പം ഇങ്ങനെ തപ്പുകയാണ്, 500-ൻ്റെ ആവരുത്, 200-ൻ്റെ ആവരുത്, 100-ൻ്റെ ആവരുത്. നമുക്കൊരു അറിവുണ്ടെന്ത്, രാവിലെ മത്തി വാങ്ങിയപ്പോൾ ബാക്കി കിട്ടിയ കീറിയ 20-ൻ്റെ നോട്ട് എവിടെയോ ഉണ്ട് നമുക്കറിയാം. അത് പിടിക്കാനാണ് ഈ കളിക്കുന്നത്. ഇങ്ങനെ വന്ന് ബാങ്കിൽ എടുക്കോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്ത നോട്ട് കൈ കിട്ടിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് അള്ളാഹിനെ പറ്റിക്കലാണ്. 500 കൊടുക്കണം, 1000 കൊടുക്കണം.
കൊടുക്കുമ്പോ കിട്ടുന്ന സാധനമാണ് ഇസ്ലാം പറയുന്നത്. മറ്റാരോ നേടുമ്പം കിട്ടുന്ന സന്തോഷത്തെ കുറിച്ചാണ് കുട്ടിയെ മൊബൈൽ ഫോൺ പഠിപ്പിക്കുന്നത്. ഇവിടെ ദീന് പഠിപ്പിക്കുന്നതോ കൊടുക്കുമ്പം കിട്ടുന്ന റാഹത്ത്. ഡെയിലി 500 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരാൾ പുരേന്ന് ഇറങ്ങി വരുമ്പോ ഭാര്യ പറഞ്ഞു, അല്ലെ വീട്ടുകാർ പറഞ്ഞു, മക്കള് പറഞ്ഞു, വരുമ്പോ കല്ലുമക്കായി വാങ്ങണം, ആപ്പിൾ വാങ്ങണം, മുന്തിരി വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. അന്നത്തെ 500 രൂപ ഇതിന് മതിയാവില്ല. അയാള് പള്ളിയിലേക്ക് വന്നു. അപ്പൊ ഇവിടെ അയാളെപ്പോലെ വേറൊരാള്. അപ്പൊ അയാളെ കഥ ഇയാൾക്ക് പറയാതെ തന്നെ അറിയാം, കോലം കണ്ടാൽ തന്നെ. അപ്പൊ ഇല്ലാത്ത 500 രൂപ എടുത്തൊരു 50 രൂപ കൊടുത്തു. അതിനാണ് അല്ലെ ഇല്ലാത്ത 500 രൂപ 10 രൂപ എടുത്തു. ആ 10 രൂപയ്ക്കാണ് മാസാമാസം ലക്ഷം വരുമാനമുള്ളവൻ 50,000 കൊടുക്കുന്നതിനേക്കാളും വാല്യൂ. കാരണം ആ ലക്ഷം ഇവനിക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ പണം, അത് ബാങ്കിലേക്ക് പോകുന്ന പണം, അത് അടുത്ത കച്ചവടത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന പണം, ലാഭത്തുമെന്നുണ്ടാക്കിയ പണമാണ്. ഈ ലാഭത്തുമെന്നുണ്ടാക്കുന്ന പണം കൊണ്ട് 1,00,000 രൂപ കൊടുക്കുന്നതിനേക്കാളും മൂല്യം അവനവൻ ചോറുന്നാൻ എടുക്കുന്ന പണത്തിൽ നിന്നുള്ള 1 രൂപയാണ്. അതാണ് ഈ പറയുന്നത് ലൻ തനാലുൽ ബർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ നാട്ടുകാരോടത് പറയണതല്ല, നിങ്ങൾ ചാരിറ്റീനെ കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയ ആൾക്കാരാണ്. എന്നാലും ഇതിൻ്റെ നിയമം പറയാണ്, സക്കാത്തായിട്ട് കൊടുത്താലുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും കൊടുക്കുന്നില്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്നുണ്ടാവും. അടുത്ത മാസം റമദാനും സക്കാത്തും ബന്ധമൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു ധാരണ ഉണ്ടല്ലോ, റമദാനിലാണ് കൊടുക്കൽ പൊതുവെ. 1,00,000 രൂപ ഉള്ള ആൾ 2,500 രൂപ കൊടുക്കണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. 25 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ള ആൾ എത്ര കൊടുക്കേണ്ടി വരും ഇപ്പം സക്കാത്തായിട്ട്? 10 ലക്ഷത്തിന് 25,000, 20 ലക്ഷത്തിന് 50,000. 20 ലക്ഷം രൂപ ആൾ അക്കൗണ്ടിലുള്ള ആള്, കടം കിട്ടാനുള്ള ആള്. ഇനി സർക്കാർ ജീവനക്കാരാണെങ്കിൽ PF കാശുണ്ടാവുമല്ലോ, PF മിച്ചമുള്ള ആള് 20 ലക്ഷം രൂപ ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ, കിട്ടാനുള്ള പണമായിട്ടോ ബാങ്കിലോ കീശയിലോ 1 കൊല്ലം അതിൻ്റെ ഉടമസ്ഥത കയ്യിലുണ്ടെങ്കിൽ 2.5% കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു സക്കാത്ത് ഇവിടെ നാട് നീളെ കൊടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ നാട് എത്ര വലിയ നാടകമായിരുന്നു. ഈ നാട് നമ്മുടെ കേരളം ഏറ്റവും ചുരുങ്ങിയത്. നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് സക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. നമ്മൾ കണക്കൂട്ടുന്നില്ല. പിന്നെ ഇങ്ങനെ കരുതുന്നുണ്ട്, ഓ ഇക്കൊല്ലം ഞാൻ ഒരുപാട് കൊടുത്തു, എൻ്റെ ഓർമ്മയെ തന്നെ ഇപ്പോൾ ഒരു 10-25,000 രൂപ ഞാൻ കൊടുത്തു. ആ 10-25,000 ശരിക്കും ഇയാളെ കൊടുക്കേണ്ടതിൻ്റെ പകുതി ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഇതാ ഒരാഴ്ചയേ ഉള്ളൂ, 1 കൊല്ലമായി. 1 ലക്ഷം രൂപയുള്ള അക്കൗണ്ടിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. കിട്ടാനുള്ള പണമായിട്ടോ അവിടെ വെച്ചതോ ഇവിടെ വെച്ചതോ ഒരുപാട് ആൾക്കാരുണ്ടാവും. 2,500 രൂപ സക്കാത്താണ്. മുസ്ലിം ആകാനുള്ള യോഗ്യതയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡൊണേഷൻ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സദക്ക. ഇത് ഫർളാണ്. എന്നിരിക്കെയാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ കയ്യിൽ പേഴ്സിൽ വിരലിട്ട് എടുക്കാത്ത നോട്ട് തപ്പിപ്പിടിച്ച് അത് കൊടുക്കുന്നത്. ആർക്കും വേണ്ടാത്ത തുണി അതെടുത്തിട്ട് ബോക്സിലിടുന്നത്. അത് ആരും ഇടൂല, നമുക്ക് തന്നെ അറിയാം. നമുക്കത് വേണ്ടാലോ. നമ്മൾ വേറെ ആളെന്തിനാ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? നമ്മക്ക ചുരിദാർ വേണ്ട, നമ്മക്ക പർദ്ദ വേണ്ട, നമ്മക്ക മഫ്ത വേണ്ട, നമ്മക്ക തുണി വേണ്ട, നമ്മക്ക ടീഷർട്ട് വേണ്ട, നമ്മക്ക പാൻറ് വേണ്ട, നമ്മക്ക ചെരുപ്പ് വേണ്ട, നമ്മക്ക ഷൂ വേണ്ട. എന്താ? അത് ഇഷ്ടമില്ല, അത് പോരാ. ഒന്നുമില്ല, അത് മണ്ണിലിട്ട് കത്തിച്ചാളി, അല്ലെ കയറ്റി വെച്ച് കടലെറിഞ്ഞോ. അതൊരാൾക്ക് കൊടുത്ത് മൂക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ധാരണയുണ്ട്. ഇടാത്തത് അയക്കാനുള്ളതാണ് വയനാട്, ഇടാത്തത് അയക്കാനുള്ളതാണ് ആസാം, ഇടാത്തത് അയക്കാനുള്ളതാണ് ബീഹാർ. ഇടുന്നാണ് അയക്കേണ്ടത്, തിന്നുന്നാണ് കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാം. ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് ഒരു പെരുന്നാൾ കോടി വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതിനേക്കാളും നല്ല കൊടുക്കണം. അതാണ് മാന്യത. നമ്മൾ പെരുന്നാൾ കടിക്കുന്നത് മീറ്ററിന് 500 രൂപയുടെ ഷർട്ട് പീസാണെങ്കിൽ ഒരു മാന്യമായ റേറ്റ്,
നമ്മൾ കൊടുക്കുന്നത് 600-ൻ്റെ ആണ്. അറ്റ് മിനിമം 500-ൻ്റെതെങ്കിലും ആകണം. അതാണ് ഈ ആയത്തിന്റെ മലയാളം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. എൻ്റെ വകയല്ല, ആ ആയത്തിന്റെ അർത്ഥം അതാണ്, മിമ്മാ തുഹിബ്ബൂൻ. അങ്ങനെ കൊടുക്കുന്നയാളുകളെ അള്ളാഹുവിനെ പരിത്തിഷ്ടമാണ്. സമയം കൊടുക്കുന്നയാളുകൾ. ഏറ്റവും വലിയ ഡൊണേഷൻ എന്താ അറിയോ? ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പൈസ കൊടുക്കലാണ്, അല്ലെ, മുണ്ടുകുപ്പായം കൊടുക്കലാണ്, മരുന്ന് കൊടുക്കലാണ്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം സമയം കൊടുക്കലാണ്. മനസ്സിലായില്ല? ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഡൊണേഷൻ, ഒരാളുടെ ഏറ്റവും വലിയ മൂലധനം ഏതോ? പൈസ അല്ലല്ലോ. ഏറ്റവും വലിയ മൂലധനം ടൈം ഈസ് ലൈഫ്, സമയമാണ്. ഇപ്പം എൻ്റെ 1 മണിക്കൂർ ഞാൻ നിനക്ക് തരിക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കൂ. ചാരിറ്റി, റെസ്ക്യൂസ്, ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രവർത്തനം, സമൂഹത്തിന് വേണ്ടിയുള്ള അധ്വാനം, സമുദായത്തിന് വേണ്ടിയുള്ള അധ്വാനം, അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അതാണ് പറയുന്നത്. നിനക്ക് പ്രിയപ്പെട്ടതാണ് കൊടുക്കേണ്ടത്, പ്രിയപ്പെട്ടതല്ലാത്തതല്ല. ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കഥയുണ്ട്. അതേപോലെ ഒരു കഥ, അവരെ അള്ളാഹുവിനെ മദ്ഹ് ചെയ്തിട്ട് മതിയാകുന്നില്ല. ആരാണവർ? പ്രവാചകന്റെ പുത്രിയായ ഫാത്തിമ ബീവിയും ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു. മക്കൾക്ക് പനി പിടിച്ചപ്പോൾ നേർച്ചയാക്കിയതാണ് സുന്നത്ത് നോമ്പ്. 3 ദിവസം സുന്നത്ത് നോമ്പ്. നോമ്പ് തുറക്കാനായി അള്ളാന്റെ ഒരു പ്രയോഗം പറയാനാണ്. 1-ാമത്തെ ദിവസം നോമ്പ് തുറക്കാനായപ്പോ ആര് വന്നു? യൂഫൂന ബിന്നദിരി ഫയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ വയുത്ഇമൂന അത്'ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. 1-ാമത്തെ ദിവസം നോമ്പ് തുറക്കാനായപ്പോ ആര് വന്നു? ഒരു യാചകൻ വന്നു. പണ്ടത്തെ ഉറുദിയിലെ കഥയാണ്, പക്ഷെ ഖുർആൻ പറയുന്ന കഥയാണ്. അത് യാചകന് കൊടുത്തു. അന്നൊക്കെ നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും 2 കറുത്ത സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കറുത്ത കാരക്കയും മറ്റൊന്ന് കറുത്ത പച്ചവെള്ളവും. ഒരുപാട് അത്താഴം തിന്നിട്ട് നോമ്പ് പറ്റല്ല, വിശപ്പുണ്ട്. മഗ്രിബായി, നോമ്പ് തുറക്കാൻ നേരം യുത്ഇമൂന അത്'ആമ, ആ ഭക്ഷണത്തെ അവർ കഴിപ്പിച്ചു. ആർക്കാണ് കഴിപ്പിച്ചത്? മിസ്കീനൻ, ഒരു യാചകന് കൊടുത്തു. അതേപടി നോമ്പ്. പിറ്റേന്നായി, വൈകുന്നേരമായി, നോമ്പ് തുറക്കുന്ന നേരമായി. വയതീമൻ, മഗ്രിബ് ബാങ്കിന്റെ നേരത്തൊരു അനാഥനായ ഒരു മനുഷ്യൻ, ഒരു കുട്ടി അവിടെ എത്തിയത്, ആ കുട്ടിക്ക് കൊടുത്തു. അന്നും പട്ടിണി. 3-ാമത്തെ ദിവസമായി എരിപരി കൊള്ളുന്ന വയറും പൈതാഹവും പരിവട്ടവും. മഗ്രിബിന്റെ നേരമാകുമ്പോൾ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ തളികയിലേക്ക് കൈനീട്ടുമ്പോൾ വീട്ടിന്റെ പുറത്തു നിന്നും ഒരു ശബ്ദം, യതീമാ വഅസീറാ. അന്യായമായി പിടിക്കപ്പെട്ടൊരു തടവ് പുള്ളി രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാൾക്കും കൊടുത്തു. 3 ദിവസം പട്ടിണി. ഈ സംഭവത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നും തിന്നാനില്ലാതെ ആ 2 പേരും അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് പോയി സങ്കടക്കഥ പറയുമ്പോൾ അപ്പോഴേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകനോട് ഈ സംഭവം ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ആ സംഭവമാണ് ഈ വചനം. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. യൂഫൂന ബിന്നദിരി, ആ 2 പേരുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ 2 പേർ. യൂഫൂന ബിന്നദർ, അവർ നേർച്ച വീട്ടുന്നവരും. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ആപത്തും ദുരിതവും ആളിപ്പാളുന്ന മഹ്ശറയെയും പരലോകത്തെയും പേടിക്കുന്നവരാണവർ. അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടവർ ഭക്ഷിപ്പിക്കുന്നവരുമാണ്. മിസ്കീനൻ, യാചകർക്കും യതീമൻ, അനാഥർക്കും അസീറാ, ജയിൽ ചാടി വന്ന ബന്ദിക്കും ഭക്ഷിപ്പിക്കുന്നവരുമാണ്. എന്നിട്ടല്ല നിർത്തുന്നില്ല. അവരെ ഈ 3 പേരോടും നോർത്തിപ്പോയാൻ. നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഒരു നന്ദിയില്ലാത്തവൻ അല്ലേ, ഒരു നന്ദിയില്ലാത്തവൻ. ഓനിക്ക് ഞാൻ എത്ര പൈസ കൊടുത്തിയ, ഓനിക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിയ. എന്നിട്ട് നോക്കിയ കമ്മിറ്റി കൂടിയപ്പോൾ
ഓൻ്റെ ഒരു എതിർപ്പ്, ഓൻ്റെ ഒരു വാശി, ഓൻ്റെ ഒരു മുഖം, ഓൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇവരൊക്കെ ചെറിയ കാലമായപ്പോൾ ഞാനല്ലേ ഓൻ്റെ ഉപ്പാക്ക് വിസ കൊടുത്തത്? ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സ്. അള്ളാഹ് പറയുന്നതാണ് ഈ രണ്ടുപേരുടെ യോഗ്യത എന്താ അറിയോ? ഈ 3 പേർക്കും ഇങ്ങനെ ചെയ്തിട്ടും ഒരു താങ്ക് യു പോലും അവർ ചോദിച്ചു വാങ്ങില്ല. നോക്ക്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവര് നന്ദി പറയാൻ വേണ്ടി വായ തുറന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ആവശ്യമില്ല, ജസാക്കമുല്ലാഹ് ശുക്ര മഷ്കൂർ എന്ന് പറയാൻ ഈ ഭക്ഷണം സ്വീകരിച്ച ആളുകൾ വായ തുറന്നപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഏയ് അതിവിടെ വേണ്ട, തിന്നത് നിങ്ങൾക്ക് സംതൃപ്തിയായെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ നന്ദി എനിക്ക് വേണ്ട, നിങ്ങളുടെ ദുആ പോലും എനിക്ക് വേണ്ട, അത് വേറെ തലമാണ്, ഞങ്ങൾക്ക് അല്ലാഹ് തരും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി, നിങ്ങൾക്ക് തിന്നാൻ തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ലാ നുരീദു മിൻകും, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ജസാഅൻ, ഒരു ജസാക്കുമുല്ലാഹു ഖൈർ പ്രതീക്ഷിക്കുന്നില്ല, ഒരു താങ്ക് യു പ്രതീക്ഷിക്കുന്നില്ല, ഒരു ശുക്രൻ പ്രതീക്ഷിക്കുന്നില്ല, വലാ ശുകൂറാ, ഒരു നന്ദിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ പേടിക്കുന്നത് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മഹ്ശറയാണ് ഞങ്ങൾക്ക് പേടി, അവിടെ മതി ഞങ്ങൾക്ക് പ്രതിഫലം. അതിനുശേഷം അല്ലാഹ് പറയുന്നു, ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, ഈ കാരണം കൊണ്ട് തന്നെ അവർക്ക് മഹ്ശറ വളരെ സുഖകരമായി. ആ മഹ്ശറിലെ പ്രയാസങ്ങൾ ഇവരെ അല്ലാഹു അവരിൽ നിന്നും കാത്തു. വലക്കാഹും നദ്റതൻ വസുറൂറാ, അല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അല്ലാഹു ഇവരെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു, മുഖപ്രസന്നതയോടെ സ്വീകരിച്ചു. അവിടെ അവർക്ക് വലിയ പ്രതിഫലം കിട്ടി, അവരെ പട്ടി കിട്ടി, അവിടെ പാരിതോഷികം കിട്ടി. അപ്പോൾ ഒരാളെ ദാനം ചെയ്യുമ്പോൾ ആ മനുഷ്യനുണ്ടാകേണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത്, ഒരാളെ സഹായിക്കുമ്പോൾ ഉണ്ടാകേണ്ട മനോഭാവം എന്ന് പറയുന്നത്, ഇയാൾ നന്ദി പറയണം, എനിക്ക് വഴങ്ങണം, എന്നെ അനുസരിക്കണം എന്നല്ല. അത് രാഷ്ട്രീയ തന്ത്രമാണ്. ഞങ്ങൾക്ക് വോട്ട് തരാൻ 1000 തരാം, ഒരു കുപ്പി കള്ള് തരാം, ആ രാഷ്ട്രീയമല്ലല്ലോ ഈ പറയുന്ന ആത്മീയത. നിങ്ങൾ നന്ദി പോലും പറയണ്ട, നല്ല വാക്ക് പോലും പറയണ്ട, തല താഴ്ത്തണ്ട, കൈ കൂപ്പണ്ട, അങ്ങനെ കിട്ടാത്ത പോലെ തന്നെ നടന്നേക്ക്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങളിത് തരുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള പ്രതിഫലം വിചാരിച്ചിട്ടാണ്. അതാണ് ചാരിറ്റി, അതാണ് ചാരിറ്റി. മറ്റേതാണ്, മറ്റേത് ചാരിറ്റി അല്ല, മറ്റേത് കച്ചവടമാണ്. മറ്റേത് കച്ചവടം. ഞാൻ എനിക്ക് 1000 റുപ്യ തരാം, പക്ഷെ ഒരു കാര്യം, കമ്മിറ്റി കൂടിയാൽ എന്നെ എതിർക്കരുത്. ഞാൻ നിനക്ക് വിസ തരാം, പക്ഷെ ഒരു കാര്യം, നീ തൽക്കാലം എൻ്റെ ഒരു കീഴിൽ ഉള്ള ഒരാളായി ജീവിച്ചാൽ മതി. ഈ സിസ്റ്റമൊക്കെ ഇസ്ലാമികമായി ശരിയല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നാട്ടു നടപ്പാണ്, സാമൂഹിക മര്യാദയാണ്, അങ്ങനെയാണ് കീഴ്വഴക്കം ഒക്കെ ഓക്കെ. പക്ഷെ കൊടുക്കുന്നയാൾ അത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു ഉപകാരം ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമല്ലാത്ത മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് കൊടുത്ത പൈസയും പോയി, അള്ളാഹിൻ്റെ പക്കലുള്ളതും പോയി എന്നേ പറയാനാകും. കൊടുത്ത പൈസയും പോയി, അള്ളാഹിൻ്റെ പക്കലുള്ളതും പോയി. അള്ളാഹ്ക്കത് വേണ്ട എന്ന് അള്ളാഹു കട്ടായം തീർത്ത് പറയാം, അത് വേണ്ട. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റമദാൻ മാസം വരികയാണ്. ഞാൻ ഈ ഇരിങ്ങത്തെൻ്റെ ഓർമ്മയിൽ ഒരു പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ സഹചാരി 3 കൊല്ലമായി. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കുക, കൂടുതൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അതിനൊരു ധാർമ്മിക ബോധം നമ്മുടെ നാട്ടിലുണ്ടാകണം. നമ്മുടെ ഈ സഹചാരി ഇത് സംഘടിപ്പിക്കുന്ന മഹത്തായ നമ്മുടെ പ്രസ്ഥാനം SKSF, മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, SKSF നിലവിലുണ്ടെങ്കിലല്ലേ, ആദർശ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലാണ് സഹചാരി ഉണ്ടാവുകയുള്ളൂ. ആ ബോധമുണ്ടെങ്കിലേ നമ്മുടെ സമൂഹത്തിന് ദാനം ചെയ്യാൻ. നോക്കൂ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായാൽ, ഭൂകമ്പം ഉണ്ടായാൽ, ദുരിതം ഉണ്ടായാൽ, നിങ്ങൾക്ക് അറിയോ, മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ദുരിതഭൂമിയിലോ നിരീശ്വരവാദികൾ ഒരു തക്കാളിപ്പെട്ടി കൊടുക്കുന്നുണ്ടോ? കേരളത്തിലെ മാനവികതയും മനുഷ്യാവകാശവും മനുഷ്യസ്നേഹവും വായയിൽ കൊള്ളാതെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ
ഏതെങ്കിലും ഒരു നാസ്തിക പ്രസ്ഥാനങ്ങൾ, ഏതെങ്കിലും ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾ ഒരു തക്കാളിപ്പെട്ടി ഡൊണേഷൻ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവർക്ക് പരലോക പ്രതീക്ഷയില്ല. ഡൊണേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് പരലോക പ്രതീക്ഷയാണ്. നമ്മുടെ ജുമാഅത്ത് പള്ളികളിൽ മാത്രം കാണുന്ന ഒരു മഹാത്ഭുതമില്ല. എന്താ? ജുമാ കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുമ്പോൾ ഖതീബ് വിളിച്ചു പറയും, ദാ ഗേറ്റിൻ്റെ അവിടെ ഒരാളുണ്ട്, ഒരു ഹൈന്ദവ സഹോദരനുണ്ട്, ഒരു ഇതര മത സഹോദരിയുണ്ട്, എന്നതാണ് പ്രശ്നം, നിങ്ങൾ അകമഴിഞ്ഞ് സംഭാവന ചെയ്യണം, സഹായിക്കണം. ഏതെങ്കിലും ഒരു വിശ്വാസി കരുതുന്നുണ്ടോ എന്തിനാണ് ഒരു ഇതര മത സമൂഹത്തിൽപ്പെട്ട ഒരാളെ എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത്? നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലല്ലോ എന്ന് കരുതുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്താണ് കൊടുക്കുന്നത്? അത് തന്നെയാണ് കൊടുക്കുന്നത്. എന്താ കാര്യം? അവിശ്വാസികൾക്കും ദാനധർമ്മങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ പ്രതിഫലമുണ്ട്. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ മുസ്ലിമിന് കൊടുത്താൽ മാത്രമല്ല പ്രതിഫലം, അമുസ്ലിമിന് കൊടുത്താലും പ്രതിഫലമാണ്. ദാനധർമ്മത്തിൻ്റെയും ചികിത്സയുടെയും വീട് കട്ടിക്കൊടുക്കലിൻ്റെയും അങ്ങനെ പരോപകാരത്തിൻ്റെ എന്തൊക്കെ രീതികളുണ്ടോ ആ രീതികളിൽ പ്രതിഫലം കിട്ടാൻ മതം ഒരു മാനദണ്ഡമല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിലെ ഇസ്ലാമേതരമായ സമൂഹത്തിൽ തന്നെ പറയുമ്പോൾ ആലോചിക്കാലോ, ഈ ഡൊണേഷൻ എത്ര ഉണ്ടോ? ഇല്ല. ഒരുപക്ഷെ ഇതിനേക്കാളും സമ്പന്നരുണ്ടാകും. പക്ഷേ ഈ പബ്ലിക് പൊതുസമൂഹത്തിൽ നിന്ന് പിരിവെടുത്തിട്ട് മസ്ജിദിൽ നിന്ന് പിരിച്ച്, മദ്രസയിൽ നിന്ന് പിരിച്ച്, കമ്മിറ്റി പിരിച്ച്, സംഘടന പിരിച്ച് ദാനധർമ്മം ചെയ്യുന്ന സിസ്റ്റം കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളതുപോലെ മറ്റു വിഭാഗത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ചില വിഭാഗത്തിൽ ഇല്ല തന്നെ. എന്താ കാര്യം? അത് നമ്മുടെ ഒരു പരലോക പ്രതീക്ഷയാണ്. ഉള്ളപ്പോഴും കൊടുക്കണം, ഇല്ലാത്തപ്പോഴും കൊടുക്കണം. ചിലപ്പോൾ ആൾക്കാർ പറയും, പണ്ട് ഗൾഫിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷേ ഇപ്പം ഇല്ലാത്തപ്പോഴാണ് നീ ഒന്നുകൂടി കൊടുക്കേണ്ടത്. കാര്യം എന്താ? ഇപ്പൊ നീ കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹനെ വിചാരിച്ച് മാത്രം കൊടുക്കുന്നതാണ്. അല്ലദീന നീട്ടുന്നില്ല, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. അതാണ് ഖുർആൻ പറഞ്ഞത്. ആർക്കാണ് സ്വർഗം? എല്ലാവർക്കും വേണ്ടത് സ്വർഗാണല്ലോ. അള്ളാഹു പറയുകയാണ്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ ചെയ്ത ഏത് തെറ്റും ഞാൻ പുറത്തു തരാം. അള്ളാന്റെ ഓഫർ. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ഞാനത് പുറത്തു തരാം. സാരിഉ, നിങ്ങൾ ഓടിവായോ. വാക്കിന്റെ അർത്ഥം തന്നെ നോക്കൂ. സാരിഉ, നിങ്ങൾ ഓടിവാ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ ഏത് തെറ്റ് ചെയ്തവരാണെങ്കിലും. ഏത് തെറ്റ് എന്നതിന്റെ വ്യാഖ്യാനം ശിർക്കല്ലാത്ത, അള്ളാനെ പോലെയാണ് ഈ ആരാധിക്കപ്പെടുന്ന കല്ലും കരടും കാഞ്ഞിരക്കുറ്റിയും മുള്ളും മുരടും മൂർഖൻ പാമ്പും ദേവി ദേവന്മാർ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ രക്ഷയില്ല. ശിർക്കല്ലാത്ത മറ്റേത് തെറ്റും, എന്തൊക്കെയുണ്ട്, കൊലപാതകം പോലും, ഏത് തെറ്റ് ചെയ്തവരാണെങ്കിലും സാരിയോ, നിങ്ങൾ ഓടിവായോ, ഞാനത് പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ റബ്ബിക്കും വജന്നത്തിൻ, എൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിവാ. സ്വർഗം എന്ന് പറഞ്ഞാൽ സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള എൻ്റെ മഹാസ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിവാ. നമ്മളൊക്കെ എത്ര കൂടുതൽ തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ സ്വകാര്യത അള്ളാഹുവിനെ നമുക്കുമല്ലേ അറിയൂ. അള്ളാഹുവിൻ്റെ ഓഫറാണ്. ആർക്കാണ് പാപമോചനം? ആർക്കാണ് സ്വർഗം? അല്ലദീന യുൻഫിഖൂന, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളാണവർ. ഫിസ്സറായി, പൈസയുള്ളപ്പോഴും, വല്ലറായി, ദാരിദ്ര്യമാണെങ്കിലും, പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് സ്വർഗം, അവർക്കാണ് പാപമോചനം. പിന്നെ ആർക്കാണ് സ്വർഗം? ആർക്കാണ് പാപമോചനം? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ കാളിമീനൽ ഗൈള, അവനവന്റെ ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകളും. ആൾക്കാരോടൊക്കെ ദേഷ്യമുണ്ട്. റമദാൻ വരികയാണ്, ഒന്ന് മിണ്ടാൻ തയ്യാറാവുക. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. 2 കൊല്ലമായി മിണ്ടുന്നില്ല. ഉമ്മേ ഉപ്പേ അവരോട് തെറ്റ്, പെങ്ങളോട് തെറ്റ്, ആങ്ങളയോട് തെറ്റ്, ഉപ്പാനോട് തെറ്റ്, ഉമ്മാനോട് തെറ്റ്, കട്ടീസ്, എന്തൊക്കെയാ പറയുന്നത്?
അയാളുടെ തെറ്റ്, അയൽവാസിയോട് തെറ്റ്, മിണ്ടിയിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി. ഓ മിണ്ടട്ടെ, ഓള് മിണ്ടട്ടെ, ഓനല്ലേ കടുപ്പം ചെയ്തത്, ഞാനല്ലല്ലോ, എൻ്റേത് തെറ്റില്ലല്ലോ, പല ന്യായങ്ങൾ. പക്ഷേ ഖുർആൻ പറയുകയാണ്, തെറ്റെവിടെയോ ആവട്ടെ, നീ ഇത്ര ചെയ്താൽ മതി, നീ അങ്ങോട്ട് നന്നാവുക, നിന്റെ ദേഷ്യം നീ കടിച്ചമർത്തുക. ആളുകൾക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുകയും ചെയ്യുക. പഴയതൊന്നും പറയണ്ട, പണ്ടങ്ങനെ ചെയ്തില്ലേ, ഇപ്പോ നീ ഇങ്ങനെ വീണ്ടും ഇന്നയാളോട് എന്നെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നുമില്ല. വൽ ആഫീന അനിന്നാസ്, പഴയതൊക്കെ പഴയത്, അതൊക്കെ ഡിലീറ്റ് ചെയ്തു, ഈ പുതിയ ലൈഫ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്കാണ് സ്വർഗം, അവർക്കാണ് പാപമോചനം. നിങ്ങൾ എന്തു തെറ്റ് ചെയ്താലും 4 കാര്യമാണ് പറഞ്ഞത്. സിമ്പിളാണ് 4 കാര്യം. പൈസ ഉള്ളപ്പോഴും കൊടുക്കുക, പൈസ ഇല്ലാത്തപ്പോഴും കൊടുക്കുക. രണ്ടാമത്തേത്, തെറി പറയാൻ തോന്നുന്ന നേരമാണെങ്കിലും, അത്രയും മൂക്കിൽ ദേഷ്യം കയറിയ നേരമാണെങ്കിലും എന്ത് ചെയ്യുക? അത് കടിച്ചമർത്തി ആ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക. അടുത്തത് പറഞ്ഞത്, ആളുകൾക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുക്കുക. ഈ 4 യോഗ്യതകൾ ഒരാളിൽ ഒരുമിച്ചാൽ അയാൾക്ക് എൻ്റെ പാപമോചനമുണ്ട്, സ്വർഗമുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അൽഹംദുലില്ലാഹ്, ഇതിവിടെ കുറച്ച് സാധനങ്ങൾ കിട്ടിയതാണ്, ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അല്ലേ?